എന്താണ് ഭക്തി? ഇതാണ് ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. എന്താണ് ഭക്തി? ഭഗവാനോടുള്ള പരമമായിട്ടുള്ള പ്രേമം, അത് തന്നെയാണ് ഭക്തി. നമ്മൾ ജീവിതത്തിൽ ആരെയൊക്കെയോ സ്നേഹിക്കുന്നു അല്ലേ? അവരിൽ നിന്നൊന്നും നമുക്കൊന്നും തിരിച്ച് പ്രതീക്ഷിക്കാൻ പറ്റില്ല. പക്ഷേ നമുക്ക് പ്രതീക്ഷിക്കാനായിട്ട് മനസ്സ് നിറഞ്ഞ് അചഞ്ചലമായ ഭക്തിയോടെ നമുക്ക് ആശ്രയിക്കാനായിട്ട് ഒരാൾ മാത്രമേ ഉള്ളൂ, അത് ഭഗവാനാണ്. ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ആ ബ്രഹ്മ ചൈതന്യം, ആ ചൈതന്യത്തെയാണ് നമ്മൾ ആരാധിക്കേണ്ടത്. ആ ഭഗവാനോടുള്ള പരമമായിട്ടുള്ള ആ പ്രേമത്തിനെ തന്നെയാണ് നമ്മൾ ഭക്തി എന്ന് പറയാം. ഇങ്ങനെയാ ഭക്തി ഉണ്ടാവുക. വെറുതെ അങ്ങോട്ട് ഭക്തി ഉണ്ടാവില്ല. കാരണം എന്താ? നിരന്തരമായിട്ട് ഭഗവാന്റെ നാമങ്ങൾ ഇങ്ങനെ ഉച്ചരിക്കുക, ഭഗവാന്റെ നാമസങ്കീർത്തനങ്ങള്, കഥകൾ കേൾക്കുക, ഭാഗവതം കേൾക്കുക, നാരായണീയം പോലെയുള്ള ഗ്രന്ഥങ്ങള്, പുരാതനമായിട്ടുള്ള പൗരാണിക ഗ്രന്ഥങ്ങൾ, ഭഗവാന്റെ കഥകളും ലീലാവിലാസങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ള ഗ്രന്ഥങ്ങൾ വായിക്കുക. ഇതൊക്കെ തന്നെ നമ്മളിൽ ഭക്തി ഉണ്ടാക്കുള്ളൂ. പ്രാർത്ഥിക്കണം. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എന്താ? മനസ്സിൽ കണ്ണടച്ചാൽ ഭഗവാന്റെ രൂപമായിരിക്കണം നമ്മുടെ മനസ്സിൽ. അങ്ങനെ ഭഗവാന്റെ രൂപം നമ്മുടെ മനസ്സിൽ വേണമെങ്കിൽ സദാസമയം ഭഗവാന്റെ ഒരു ഓർമ്മ, ഭഗവാന്റെ ഒരു നാമസങ്കീർത്തനങ്ങൾ മാത്രം നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവണം തന്നെ. അതുകൊണ്ട് തന്നെയാണ് ഈ കലിയുഗത്തില് സത്സംഗങ്ങൾ മാത്രമേ നമ്മുടെ മുമ്പിൽ രക്ഷയായിട്ടുള്ളൂ. ഇത് കേൾക്കാൻ സാധിക്കുന്നതും ഒരു ഭാഗ്യം തന്നെയാണ്. പൂർവ്വജന്മ പുണ്യം ഉണ്ടെങ്കിൽ മാത്രമേ ഇതൊക്കെ സാധിക്കുള്ളൂ എന്നും കൂടെ നമ്മൾ മനസ്സിലാക്കണം. പിന്നെ ഈ ഭാഗവതം ഉണ്ടാവാനുണ്ടായ, എങ്ങനെയാണ് ഉണ്ടായത്, അതിൻ്റെ സന്ദർഭമുണ്ട്. വ്യാസമഹർഷി മഹാഭാരതം എഴുതി, പഞ്ചമവേദം എന്നറിയപ്പെടുന്ന മഹാഭാരതം എഴുതി, അതുപോലെ 18 പുരാണങ്ങൾ എഴുതി. ഇതെല്ലാം എഴുതിയിട്ടും അദ്ദേഹത്തിന്റെ മനസ്സിനൊരു സുഖമില്ലായ്മ. ഒരു ദിവസം അദ്ദേഹത്തിന്റെ വീട്ടില്, ആശ്രമത്തില്, ശമ്യാപ്രാസം എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ ആശ്രമത്തിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ മനസ്സ് വല്ലാണ്ട് സങ്കടപ്പെടുക. എന്താന്ന് മനസ്സിലാവണില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നാരദ മഹർഷി അങ്ങോട്ട് വന്നു. അല്ലെ, എല്ലായ്പ്പോഴും അങ്ങനെയല്ലേ, നാരായണ നാരായണ എന്ന് വിളിച്ചുകൊണ്ട്. ഇതിൽ പരമൊരു പുണ്യം ആർക്കാ ഉണ്ടാവുക? സദാസമയം ഭഗവാന്റെ നാമം പറഞ്ഞുകൊണ്ടാണ് മഹർഷി നടക്കുന്നത് അല്ലെ. ആത്മജ്ഞാനി, എന്താ, എല്ലാം അറിയുന്ന, ജീവിതത്തിൽ എന്തൊക്കെ നടക്കുമെന്ന് അറിയുന്ന മഹർഷിയാണ്. അപ്പോ അദ്ദേഹം വന്നു. എന്നിട്ട് മഹർഷിയോട് ചോദിച്ചു, എന്താ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നത്? മഹാഭാരതം എഴുതിയല്ലോ, എല്ലാ ജനങ്ങളും അത് സ്വീകരിച്ചു, പിന്നെ എന്തിനാ ഇങ്ങനെ ഒരു സങ്കടം എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, വ്യാസമഹർഷി പറഞ്ഞു, എന്തോ എൻ്റെ മനസ്സിലൊരു സുഖമില്ലായ്മ, ഒരു പൂർണ്ണതയില്ലായ്മ ഉണ്ട്. അപ്പോ എന്നിട്ട് മഹർഷിയോട് ചോദിച്ചു, അങ്ങ് ത്രികാലജ്ഞാനിയല്ലേ, അങ്ങക്ക് എന്നെ സഹായിക്കാൻ പറ്റൂലോ, എന്താ എൻ്റെ വിഷമത്തിന്റെ കാരണം എന്ന് എനിക്ക് പറഞ്ഞു തരണം എന്ന് പറഞ്ഞു. അപ്പോ നാരദ മഹർഷി പറഞ്ഞു, ഞാൻ അങ്ങയോട് പറയാം. കാരണം അങ്ങ് മഹാഭാരതം എഴുതി, എല്ലാ ജനങ്ങളും അത് 2 കൈ നീട്ടി സ്വീകരിച്ചു, പഞ്ചമവേദം എന്നറിയപ്പെടുന്നുണ്ടൊക്കെ ശരിയാണ്. പക്ഷേ ഭഗവാന്റെ മഹാത്മ്യം, ഭഗവാന്റെ സ്വരൂപം, ഭഗവാന്റെ സ്തുതികൾ, അതൊക്കെ അതിനകത്ത് അത്രയധികം അങ്ങ് വർണ്ണിച്ചിട്ടില്ല. ഭഗവാന്റെ സ്വരൂപം വർണ്ണിക്കുന്ന ഒരു ഗ്രന്ഥം അങ്ങ് എഴുതുകയാണെങ്കിൽ, ഭഗവാന്റെ മഹാത്മ്യം വർണ്ണിക്കുന്ന ഒരു ഗ്രന്ഥം അങ്ങ് എഴുതുകയാണെങ്കിൽ, അത് ഭക്തഹംസങ്ങൾ എന്നാണ് പറയുന്നത്. ഭക്തഹംസങ്ങൾ ആ 2 കൈയും നീട്ടി അത് സ്വീകരിക്കും. ഭക്തിയിൽ, ഭാഗവതമാകുന്ന ഭക്തി ആകുന്ന സമുദ്രത്തിൽ അവർക്ക് നീന്തി തുടിക്കാൻ പറ്റൂത്രേ. ഭാഗവത ഹംസങ്ങള്, ഈ ഭക്തഹംസങ്ങള് 2 കൈയും നീട്ടി അത് സ്വീകരിക്കുന്നു പറഞ്ഞു. അങ്ങനെ ഒരു ഗ്രന്ഥം എഴുതാതെ ഇതിനൊരു പൂർണ്ണത ഉണ്ടാവില്ല എന്നും കൂടെ വ്യാസമഹർഷിയോട് പറഞ്ഞു. അങ്ങനെ അതുമാത്രമല്ല, അതിനുശേഷം ചതുശ്ലോകി ഭാഗവതം ഉപദേശിച്ചു കൊടുത്തു. അഹമേവാസമേവാഗ്രേ, ഞാൻ മാത്രമേ സൃഷ്ടിക്ക് മുമ്പും സൃഷ്ടിക്ക് ശേഷവും ഉള്ളൂ എന്ന് ഭഗവാൻ ബ്രഹ്മാവിന് ഉപദേശിച്ചു കൊടുത്ത ആ ചതുശ്ലോകി ഭാഗവതം വ്യാസമഹർഷിക്ക് പറഞ്ഞു കൊടുത്തു. അങ്ങനെ ആ ചതുശ്ലോകി ഭാഗവതമാണ് ഭാഗവതത്തിന്റെ ഒരു സത്ത എന്ന് പറയുന്നത്. അങ്ങനെ ഈ വ്യാസമഹർഷി സമാധി ധ്യാനത്തിലിരുന്നു, ഭഗവാനെ മനസ്സിലാലോചിച്ചുകൊണ്ട്, ഭഗവാന്റെ രൂപത്തെ ധ്യാനിച്ചുകൊണ്ടിരുന്ന സമയത്ത് കണ്ണടച്ച് ധ്യാനിച്ചപ്പോ ഭഗവാന്റെ ലീലകളും മായാവിലാസങ്ങളും ഭഗവാന്റെ സ്വരൂപമൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് മനസ്സിൽ വന്നോത്രേ. അങ്ങനെയാണ് ഭാഗവതം എഴുതിയത്. അപ്പൊ ഭാഗവതത്തിന്റെ ഒരു ഭാവം എന്ന് പറയുന്നത് തന്നെ ഭക്തിയാണ്. അതുപോലെ തന്നെയാണ് നാരായണീയം. അതായത് വ്യാസമഹർഷിയിൽ ഉണ്ടായ ഒരു ദുഃഖം,
അതാണ് ലോകത്തിന്റെ നന്മയ്ക്ക് തന്നെ കാരണമായിട്ടുള്ള ആ ഭാഗവതത്തിന്റെ ഉദ്ഭവത്തിന് കാരണം. നാരായണീയം എത്ര ശ്രേഷ്ഠമാണല്ലേ എന്ന് ആലോചിച്ചു നോക്കൂ. സംസ്കൃതം അറിഞ്ഞിട്ടൊന്നും അല്ല അത് വായിക്കുന്നത്, കടുകട്ടിയുള്ള സംസ്കൃതം. മേൽപ്പത്തൂരിനെ പോലെ ഒരു പണ്ഡിതനാണ് എഴുതിയത്. പക്ഷേ എന്തുകൊണ്ട് വായിക്കാത്ത ആൾക്കാര് വളരെ ദുർലഭമായിരിക്കും. എന്തുകൊണ്ടാണ് നാരായണീയത്തിന് ഇത്ര പ്രസക്തി? അതിൽ ഭക്തി തന്നെയാണ്. നാരായണീയത്തില് 1034 ശ്ലോകങ്ങളുണ്ട്. ആ ഓരോ ശ്ലോകങ്ങളും ഭഗവാനോടുള്ള ഒരു അർച്ചന തന്നെയാണ് മേൽപ്പത്തൂരിന്റെ. ആ ശ്ലോകത്തിലേക്ക് നമ്മൾ കടക്കും. 1-2 ശ്ലോകം എല്ലാം പറയാൻ നിങ്ങൾക്ക് സമയമില്ല. അതുപോലെ ഈ ഭഗവാന്റെ മഹാത്മ്യം എന്നൊക്കെ പറഞ്ഞാൽ ഈ 1.5 മണിക്കൂർ കൊണ്ടൊന്നും എനിക്ക് ഒന്നും പറയാൻ സാധിക്കില്ല. എത്രയോ ജന്മങ്ങൾ എടുത്താൽ പോലും നമുക്ക് സാധിക്കില്ല. പക്ഷേ നമ്മൾ മനസ്സിലാക്കാൻ എനിക്കറിയുന്ന ആ സമയം കൊണ്ട് നമുക്ക് കുറച്ചെങ്കിലും എന്താണ് ഭക്തി എന്ന് മനസ്സിലാക്കാം. ഭാഗവതത്തിൽ ഒരുപാട് കഥകളുണ്ട്. ഉത്തമ ഭക്തന്മാരെ ഭാഗവതം ഇങ്ങനെ വരച്ച് കാണിക്കുന്നുണ്ട്. അതൊക്കെ നമുക്ക് കടക്കാം. അതുകൂടാതെ ഈ കലിയുഗത്തില് നാമസങ്കീർത്തനം ഉദ്ധവരോട് ഭഗവാൻ പറയുന്നുണ്ട്, കലിയുഗത്തില് നാമസങ്കീർത്തനങ്ങൾ മതി ഇത്രേ. ഒരുപാട് വലിയ പൂജയും യജ്ഞങ്ങളും യാഗവും ഒന്നും ചെയ്യണ്ട. ഭഗവാനെ നമസ്കരിക്കുക. നമുക്ക് കൊടുക്കാനായിട്ട് ഭഗവാന്റെ അടുത്ത് നമ്മുടേതായിട്ട് ഒന്നുമില്ല. നമ്മുടെ വീടോ നമ്മുടെ മക്കളോ നമ്മുടെ സ്വത്തോ നമ്മുടെ ആഭരണങ്ങളോ അല്ലെങ്കിൽ ഒന്നും നമ്മുടെ സ്വന്തമായിട്ടില്ല. എല്ലാം ഭഗവാന്റെ തന്നെയാണ്. നമുക്ക് ആകെ കൂടെ എന്താ ചെയ്യാൻ പറ്റുക? ദീർഘദണ്ഡമായിട്ട് നമസ്കരിക്കുക ഭഗവാനെ. ആണുങ്ങളാണെങ്കിൽ 2 നമസ്കാരം ചെയ്യും, പെണ്ണുങ്ങളാണെങ്കിൽ 5 നമസ്കാരം ചെയ്യും. അതായത് അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ തസ്മാത് കാരുണ്യഭാവേന രക്ഷ രക്ഷ ജനാർദ്ദന. ആ പാദങ്ങൾ മാത്രമേ നമുക്ക് ആശ്രയിക്കാനായിട്ട്, ഈ കൽമഷത്തിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് നമ്മുടെ മുമ്പിലുള്ളൂ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ ഈ കലികാലത്തില് അധർമ്മം ഒരുപാട് കൂടി നമുക്കൊന്നും സമയമില്ല. എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് സമയമുണ്ട് അല്ലെ? ഓടി നടക്കുക, എന്തിനോ വേണ്ടി ഓടി നടക്കുക. എന്തിനാണ് നമുക്ക് എന്റെ വലിയ നിശ്ചയമൊന്നുമില്ല. സ്വത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഓരോ കാര്യങ്ങൾക്കും ജീവിതത്തിൽ ഓട്ടം മാത്രമേ ഉള്ളൂ. നിർത്താൻ നമുക്ക് സമയമില്ല. ഇരുന്ന് പ്രാർത്ഥിക്കാൻ പോലും നമുക്ക് സമയമില്ല എന്നുള്ളതാണ്. പക്ഷേ ഈ കലികാലത്തിൽ അതൊക്കെ ഭഗവാന്റെ മായ തന്നെയാണ്. ആ മായയെ നമ്മൾ തരണം ചെയ്യണം. തരണം ചെയ്താൽ മാത്രമേ ഈ കലികൽമഷം നമ്മളിൽ നിന്ന് അകന്നു പോവുള്ളൂ. കലിയുടെ പീഡ നമ്മൾ അനുഭവിക്കുകയാണ്. പക്ഷെ ഒരു കാര്യം ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്, കലിയുഗത്തിലെ ഭക്തിമാർഗമാണ് നമുക്ക് ഏറ്റവും മോക്ഷത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർഗം. മനുഷ്യനായിട്ട് ജന്മം എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് മോക്ഷം തന്നെയാണ്, ഈശ്വര സാക്ഷാത്കാരമാണ്. അതിലേക്ക് ഇങ്ങനെ നടന്നു നീങ്ങണം. ഭഗവാന്റെ നാമസങ്കീർത്തനങ്ങൾ നിരന്തരം കേൾക്കുകയും ഈ കഥകൾ കേൾക്കുകയൊക്കെ ചെയ്തിട്ട് അത് നിരന്തരം അനുസന്ധാനം ചെയ്യണം. ഒരു സിനിമ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കില്ല അതിലെന്താ പറ്റിയത്, അതെന്താ അയാൾ അങ്ങനെ ചെയ്തതെന്നൊക്കെ നമ്മൾ പറയും. പക്ഷെ ഭാഗവതം കഴിഞ്ഞു പോയിട്ട് എത്ര പേര് ചിന്തിക്കുന്നുണ്ട്, കൃഷ്ണൻ എന്താണ് പറഞ്ഞത്, അർജുനനോട് എന്താണ് പറഞ്ഞത്, കുന്തിയോട് എന്താണ്, നമ്മൾ ആരെങ്കിലും ചിന്തിക്കാറുണ്ടോ? പക്ഷെ ആ ഒരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് വരണം. അതത്ര എളുപ്പമല്ല, അത് ഞാൻ പറയാം. പക്ഷെ അതിന് ഭഗവാൻ ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞിരിക്കുന്നത്? മനുഷ്യാണാം സഹസ്രേഷു കശ്ചിത് യദതി സിദ്ധയേ യദതാമപി സിദ്ധാനാം കശ്ചിൻ മാം വേത്തി തത്വതഃ. അതായത് ഈ കോടാനുകോടി ജനങ്ങളില് 1000 പേര് മാത്രമേ എന്നെ അറിയാൻ ശ്രമിക്കുന്നുള്ളൂ എന്ന്. ആ 1000 പേരിലും എന്നെ തത്വമറിഞ്ഞുകൊണ്ട് പൂർണ്ണമായിട്ട് എന്നെ അറിയുന്നത് ഒരാൾ മാത്രമേ ഉള്ളൂ എന്നാണ്. അത് ഭഗവാൻ പറഞ്ഞിരിക്കുന്ന റേഷ്യാണ്. പക്ഷേ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആ 1000-ൽ ഒരാൾ നമ്മളാവാൻ ശ്രമിക്കുക. നിരന്തരമായിട്ട് നിത്യാഭ്യാസി ആനയെടുക്കുന്ന കേട്ടിട്ടില്ലേ? നിരന്തരമായിട്ട് അഭ്യാസത്തിലൂടെ നമുക്കിത് സാധിക്കും. ഭഗവാന്റെ നാമസങ്കീർത്തനങ്ങള് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന അത്ഭുതങ്ങള് എനിക്ക് പറഞ്ഞു വിവരിച്ചു തരാൻ പറ്റില്ല. അത് അനുഭവിച്ചിട്ട് തന്നെ അറിയണം. കുറെ കഥകളിലൂടെ പൂന്താനം, മേൽപ്പത്തൂർ ഇവരെയൊക്കെ പറഞ്ഞിട്ട് എനിക്ക് പറഞ്ഞു തരാൻ പറ്റുന്ന മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. പക്ഷേ അത് നമ്മൾ അനുഭവിക്കണം. ഈശ്വര സാക്ഷാത് മനുഷ്യജന്മം വളരെ സുഹൃതം ചെയ്തിട്ടാണ് കിട്ടുന്നത്. അത് ഇന്ദ്രിയ സുഖങ്ങൾക്ക് വേണ്ടി നമ്മൾ കളയരുത്. മനുഷ്യന് വിശേഷബുദ്ധി ഭഗവാൻ കൊടുത്തിട്ടുണ്ട്. ആ ബുദ്ധി ഉപയോഗിച്ച് ഈശ്വര സാക്ഷാത്കാരം മോക്ഷത്തിലേക്ക് എങ്ങനെ എത്തുക, അതാണ് നമ്മൾ നോക്കേണ്ടത്. അതുപോലെ അപ്പൊ കലികാലത്ത് മഹർഷിമാർക്ക് പോലൊരു സമാധാനം ഉണ്ടായില്ല അത്രേ. സ്വസ്ഥമായിട്ടിരുന്ന് പ്രാർത്ഥിക്കാൻ, തപസ് ചെയ്യാനായിട്ടൊരു സ്ഥലമില്ല, ധ്യാനിക്കാനായിട്ട്. അപ്പോ പൊതുവെ എങ്ങനെയാ എല്ലാവരും സങ്കടം പറയാനായിട്ട് ബ്രഹ്മാവിന്റെ അടുത്തേക്ക് തന്നെയാ വരിക. അപ്പൊ മഹർഷിമാരെല്ലാം കൂടെ ബ്രഹ്മാവിന്റെ അടുത്തേക്ക് വന്നു. ഞങ്ങൾക്ക് ഇങ്ങനെ സമാധാനമായിട്ട് തപസ് ചെയ്യാൻ പോലും സാധിക്കുന്നില്ലേ കലിയുഗത്തില്, ഞങ്ങൾ എന്താ ചെയ്യാം എന്ന് ചോദിച്ചു. അപ്പോ
ബ്രഹ്മാവ് പറഞ്ഞു, മനസ്സുകൊണ്ട് ഒരു ചക്രം, ഒരു നേമി, ഒരു ചക്രം ഞാൻ ഉണ്ടാക്കുക. ആ ചക്രത്തെ ഞാൻ ഇങ്ങനെ ഉരുട്ടി വിടും. ആ ചക്രം എവിടെയാണോ ചെന്ന് ശീർണമാകുന്നത്, എവിടെയാണോ തകർന്ന് തരിപ്പണമാവുന്നത്, ആ സ്ഥലം നിങ്ങൾക്ക് തപസ്സിന് വേണ്ടി തിരഞ്ഞെടുക്കാമെന്ന് പറയാം. ആ സ്ഥലമാണ് നൈമിഷാരണ്യം. ആ ചക്രം അവിടെ വെച്ച് തകർന്നു. അതായത് നമ്മുടെ സംസാര ദുഃഖം തന്നെയാണ് ചക്രം. അതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കില്ലേ? സുഖവും ദുഃഖവും ഇങ്ങനെ മാറി 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 നമ്മുടെ ജീവിതത്തിൽ വരും. ഒരു സുഖവും ദുഃഖവും ഒന്നും ഇല്ലാണ്ടാവുന്നൊരവസ്ഥ. ഭഗവാന്റെ സ്വരൂപം, ഭഗവാന്റെ രൂപം മാത്രം നമ്മുടെ മനസ്സിൽ ഉറയ്ക്കുന്ന അവസ്ഥ. കണ്ണടച്ചാൽ ഭഗവാന്റെ രൂപം നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന, ഭഗവാനെ മാത്രം ദർശിക്കാൻ കഴിയുന്ന ഒരവസ്ഥ. ആ അവസ്ഥയിൽ എത്തുമ്പോൾ പിന്നെന്താ? മേൽപ്പത്തൂര് പറഞ്ഞ പോലെ സാന്ദ്രാനന്ദം. സാന്ദ്രമായിട്ടുള്ള ആനന്ദമാണ്. പിന്നെ വേറെ ഒന്നും നമ്മളെ ബാധിക്കില്ല. ഒന്നും ദുഃഖമോ സുഖമോ അമിതമായിട്ടുള്ള സന്തോഷമോ അല്ലെങ്കിൽ ധനമോ ഒന്നും നമുക്കൊരു വിഷയമല്ലാണ്ടാവും. ആ ഒരു അവസ്ഥയിലേക്കാണ് മനുഷ്യജന്മം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പോകേണ്ടത്. നമ്മുടെ വിശേഷ ബുദ്ധി ഉപയോഗിച്ച് നമ്മുടെ കർമ്മം, നല്ല കർമ്മങ്ങൾ ചെയ്തിട്ട് നിരന്തരമായിട്ട് ഭഗവാന്റെ നാമസങ്കീർത്തനങ്ങൾ പറഞ്ഞുകൊണ്ട് ഈശ്വര സാക്ഷാത്കാരത്തിലേക്ക് നമ്മൾ പോകണം. ഇന്ന് ശങ്കര ജയന്തിയാണ്. ആദിശങ്കരൻ, ജഗദ്ഗുരുവായിട്ടുള്ള ശങ്കരാചാര്യരുടെ ജയന്തിയാണെന്ന്. അപ്പോ ആദിശങ്കരന്റെ കാൽക്കൽ നമ്മൾ പ്രണമിച്ചു. അങ്ങനെ ഭഗവാന്റെ ഏറ്റവും, അതായത് ജഗദ്ഗുരുവായിട്ടുള്ള ആദിശങ്കരന്റെ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു കൃതിയാണ് മാതൃപഞ്ചകം. മാതൃപഞ്ചകം അമ്മയെ കുറിച്ചാണല്ലോ. അപ്പോ ഒരു അമ്മയുടെ കഥയിൽ നിന്ന് തന്നെ നമുക്കിന്ന് തുടങ്ങാം. അതായത് കുന്തിദേവി. കുന്തിദേവിയുടെ കഥ എന്ന് പറയുമ്പോൾ, കുന്തിദേവിയെ കുറിച്ച് പറയുകയാണെങ്കിൽ, കുന്തിദേവി ശൂരസേനന്റെ മകളായിട്ടാണ് ജനനം. കുന്തി ഭോജന് മക്കളില്ലാത്തത് കൊണ്ട് കുന്തിയെ ദത്തു കൊടുത്തു. കുന്തി ഭോജൻ അവിടെ തന്നെ തുടങ്ങി സങ്കടം, അല്ലെ? കാരണം അമ്മയും അച്ഛനും കൊടുത്ത അനാഥത്വമാണ്. അപ്പൊ എന്നാൽ കുന്തി ഭോജന്റെ രാജധാനിയില് ഒരു രാജകുമാരി പോലെയാണ് വളർന്നത്. പക്ഷേ സഹോദരൻ വസുദേവര്, സഹോദരന്റെ കൂടെ കളിക്കാനുള്ള അവസരം അവിടെ നഷ്ടപ്പെടുന്നത്, അല്ലെ? കുട്ടികൾക്കായ അതല്ലേ ഇഷ്ടം ഉണ്ടാവുക, സ്വന്തം സഹോദരന്റെ കൂടെ കളിക്കണം. അതിന് സാധിച്ചില്ല. അങ്ങനെ തുടങ്ങി ഒരു സങ്കടം. ആ സമയത്ത് അവിടെ രാജധാനിയില്, കൊട്ടാരത്തില് ദുർവാസാവ് മഹർഷി എത്തി. ഏറ്റവും ദേഷ്യമുള്ള മഹർഷിയാണെന്ന് അറിയാലോ. ദേഷ്യം വന്ന് അപ്പൊ തന്നെ ശപിക്കും, അല്ലെ? വളരെ ദേഷ്യമുള്ള ദുർവാസാവ് മഹർഷി അവിടെ എത്തി. അപ്പൊ മഹർഷി എത്തിയപ്പോ കൗമാരപ്രായത്തിലിരിക്കുന്ന കുന്തിദേവിയാണ്. ദേവി നന്നായിട്ട് ശുശ്രൂഷിച്ചു, എല്ലാം ചെയ്തു കൊടുത്തു മഹർഷിക്ക്. അദ്ദേഹത്തിന് വലിയ സന്തോഷമായി. അപ്പൊ പോകുന്ന സമയത്ത് ഒരു വരം കൊടുത്തു. അതായത് ഇഷ്ടദേവനിൽ നിന്ന് പുത്രലബ്ധിക്കുള്ള 5 വരം കൊടുത്തു. മനസ്സുകൊണ്ട് ഏത് ദേവനെയാണോ ധ്യാനിക്കുന്നത് ആ ദേവനിൽ നിന്ന് പുത്രൻ ഉണ്ടാവും എന്നുള്ളൊരു വരം കൊടുത്തു. അപ്പോ ഈ കൗമാരപ്രായത്തിൽ ഒരു കൗതുകാണല്ലേ ഇങ്ങനെ ഒരു വരം കിട്ടിക്കഴിഞ്ഞാൽ. അപ്പൊ ആ വരം പരീക്ഷിക്കാനായിട്ട് തീരുമാനിച്ചു. അങ്ങനെ കണ്ണടച്ച് സൂര്യദേവനെ ധ്യാനിച്ചു. അങ്ങനെ സൂര്യദേവൻ കുന്തിയുടെ അടുത്തെത്തുകയും അങ്ങനെ സൂര്യദേവനിൽ ഗർഭിണിയായി ഒരു കുഞ്ഞുണ്ടായി എന്നുള്ളതാണ്. അങ്ങനെ ആ കുഞ്ഞുണ്ടായപ്പോ ഒരു പ്രശ്നം എന്താ? വിവാഹം കഴിച്ചിട്ടില്ല, ഒരു അവിവാഹിതയാണല്ലോ. അപ്പൊ കുഞ്ഞിനെ വളർത്താൻ സാധിക്കില്ല, എല്ലാവരും പഴിചാരുമല്ലോ. അപ്പോ ആ കുഞ്ഞിനെ ഒരു പുഴയിലേക്ക് ഒഴുക്കിക്കളഞ്ഞു. അന്ന് തുടങ്ങിയ ആ സങ്കടം, ഒരു അമ്മയുടെ സങ്കടം. അന്ന് മനസ്സിൽ ആലോചിച്ചു, എന്റെ കുഞ്ഞ് എവിടെയാണെങ്കിലും സന്തോഷമായിട്ട് ജീവിക്കണം. അന്ന് ആ അമ്മയുടെ ഹൃദയം അവിടെ തന്നെ തുടങ്ങി സങ്കടപ്പെടാൻ. അങ്ങനെ ആ കുഞ്ഞാണ് കർണൻ. സഭയിൽ വെച്ചിട്ട് സൂതപുത്രൻ എന്ന് വിളിച്ച് അപമാനിച്ച സമയത്തും ഈ അമ്മയ്ക്ക് ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. നിസ്സഹായിട്ട് നിൽക്കുകയല്ലേ ചെയ്തത്. ആ സമയത്ത് കർണനെ സഹായിച്ചത് ദുര്യോധനാണ്. അംഗരാജ്യം നൽകി സഹായിച്ചു. അങ്ങനെ അതുകൊണ്ട് കർണൻ കൗരവപക്ഷത്തായി. പഞ്ചപാണ്ഡവരുടെ അമ്മയായി യുദ്ധം, മഹാഭാരത യുദ്ധം നടന്നു. അതുപോലെ ചൂതുകളിൽ തോറ്റിട്ട് മക്കളെ ഏതൊക്കെ വഴിക്ക് പോയോ, അതായത് കാട്ടിലൂടെയും അജ്ഞാതവാസകാലത്തൊക്കെ അമ്മയും പുറകെ നടന്നു മക്കളുടെ കൂടെ. മക്കളെ ചേർത്ത് പിടിച്ച് മക്കളുടെ കൂടെ നടന്നു കുന്തിയാണ്. അപ്പോഴൊക്കെ മനസ്സില് ഒരു ധൈര്യം ഉണ്ടായിരുന്നു കൃഷ്ണൻ എൻ്റെ മക്കളെ രക്ഷിക്കും, ഭഗവാൻ എൻ്റെ കുഞ്ഞുങ്ങളെ രക്ഷിക്കെത്തും എന്നൊരു ഉറപ്പാണ് അമ്മയ്ക്ക് ഉണ്ടായിരുന്നത്. കുന്തിയുടെ ഭക്തി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു തലം, ആ തലത്തിലേക്കൊന്നും നമുക്ക് സാധാരണക്കാരെ നമുക്ക് ചിന്തിക്കാൻ പോലും സാധിക്കില്ല. അങ്ങനെ ഒരു തലത്തിലാണ് കുന്തി ദേവിയുടെ ഭക്തി എന്ന് പറയുന്നത്. അങ്ങനെ മഹാഭാരത യുദ്ധം കഴിഞ്ഞിട്ട് കൃഷ്ണൻ
യാത്ര പറയാനായിട്ട് കുന്തിയമ്മയുടെ അടുത്തേക്ക് വന്നു. ഭഗവാൻ ഇങ്ങനെ വരിക, കൺകുളിർക്കെ ഭഗവാനെ കണ്ടു. എന്നിട്ട് മാറോട് ചേർത്ത് അണച്ചു. എന്താ, സഹോദരന്റെ പുത്രനല്ലേ, പുത്രവാത്സല്യം ഉണ്ട് മനസ്സിൽ. എന്നിട്ട് ചേർത്തണച്ചു. എന്നിട്ട് കാൽക്കല് നമസ്കരിച്ചു. ഭഗവാനോട് കാൽക്കല് നമസ്കരിച്ചു. എന്നിട്ട് പറഞ്ഞു, ഭഗവാനെ, അങ്ങ് ആദികാരണ പുരുഷനാണ്, അങ്ങ് ജഗത്തിന്റെ പതിയാണ്. ശ്രേഷ്ഠമായിട്ടുള്ള മഹർഷിമാർക്ക് പോലും അങ്ങ് പൂർണ്ണനായിട്ട് ഗ്രാഹ്യനല്ല. അങ്ങയെ മനസ്സിലാക്കാൻ സാധിക്കില്ല. അങ്ങയുടെ മായയിൽ കഴിയുന്ന പിന്നെ എനിക്ക് അങ്ങയെ മനസ്സിലാക്കാൻ സാധിക്കുമോ? പൂർണ്ണമായിട്ട് എനിക്ക് അങ്ങയെ മനസ്സിലാക്കാൻ സാധിക്കില്ല. എനിക്ക് അങ്ങയെ സ്തുതിക്കാൻ മാത്രമേ സാധിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനേ നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഘ്രയേ. സ്തുതിച്ചു ഭഗവാൻ. എന്നിട്ട് പറഞ്ഞു, ഭഗവാനെ, എല്ലാ ആപത്തുകളിലും അങ്ങ് എൻ്റെ കൂടെ നിന്നിട്ടുണ്ട് അല്ലേ? എൻ്റെ മക്കളെ യുദ്ധത്തിന്റെ ഓരോ സമയത്തും അങ്ങ് രക്ഷപ്പെടുത്തി. എല്ലാ ആപത്തുകളിലും, അജ്ഞാതവാസകാലത്തും അരക്കില്ലത്തിൽ വെച്ച് ചുട്ടുകൊല്ലാൻ നോക്കുന്ന സമയത്തൊക്കെ അങ്ങ് എൻ്റെ മക്കളെ രക്ഷിച്ചു. എന്തിനേറെ പറയണം, ഉത്തരയുടെ ഗർഭത്തിലിരിക്കുന്ന പരീക്ഷത്തിനെ കൊല്ലാനായിട്ട് അശ്വത്ഥാമാവ് ബ്രഹ്മാസ്ത്രം ഉപയോഗിച്ചു. അഭിമന്യുവിന്റെ പുത്രനായിട്ടുള്ള പരീക്ഷിത വംശത്തെ നശിപ്പിക്കണം. അശ്വത്ഥാമാവിന് മനസ്സിൽ നിറച്ച് പകയാണ്. ദ്രോണാചാര്യന്റെ പുത്രനാണ്. ഭാരത യുദ്ധത്തിലെ പഞ്ചപാണ്ഡവര് ജയിച്ചപ്പോ ഒരിക്കലും ഒട്ടും സഹിക്കാൻ സാധിച്ചില്ല അശ്വത്ഥാമാവിന്. അങ്ങനെ ഉറങ്ങിക്കിടക്കുന്ന പഞ്ചപാണ്ഡവരുടെ 5 മക്കളെയും ശിരച്ഛേദം ചെയ്തു. എന്നിട്ട് വംശത്തെ നശിപ്പിക്കാനായിട്ട് അഭിമന്യുയുടെ പുത്രനായിട്ടുള്ള ഉത്തരയുടെ ഗർഭത്തിലിരിക്കുന്ന പരീക്ഷത്തിന്റെ നേരെ ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചു. ആ സമയത്ത് ഉത്തരയും അതെ, കുന്തിദേവി അതെ, ഭഗവാനെ കണ്ണടച്ച് പ്രാർത്ഥിച്ചു. അചഞ്ചലമായിട്ടുള്ള വിശ്വാസമായിരുന്നു ഭഗവാൻ വരും, രക്ഷപ്പെടുത്തും എൻ്റെ കുഞ്ഞിനെ എന്നുള്ള ഒരു വിശ്വാസമായിരുന്നു കുന്തിദേവിക്ക്. ഉത്തര അങ്ങനെ ഉത്തര കണ്ണടച്ച് ഭഗവാനെ പ്രാർത്ഥിച്ചു. പാഹി പാഹി മഹായോഗിൻ ദേവദേവ ജഗത്പദേ നാന്യം തുതഭയം പശ്യേ യത്ര മൃത്യു പരസ്പരം. പാഹി പാഹി മഹായോഗിൻ, എന്നെ രക്ഷിക്കൂ. മഹായോഗിയായിട്ടുള്ള ഭഗവാനെ എന്നെ രക്ഷിക്കൂ. ഈ മൃത്യുവെ ഇങ്ങനെ മുമ്പിൽ മുഖാമുഖം കാണുമ്പോൾ അങ്ങല്ലാതെ വേറൊരു ആശ്രയം എനിക്കില്ല എന്ന് പറഞ്ഞിട്ടാണ് ഉത്തര ഭഗവാനെ പ്രാർത്ഥിച്ചത്. അതുപോലെ തന്നെയാണ് കുന്തിദേവി കണ്ണടച്ച് ഭഗവാൻ വരും, എൻ്റെ പരീക്ഷത്തിനെ രക്ഷപ്പെടുത്തും എന്നുള്ളൊരു ധാരണ, ഒരു വിശ്വാസം മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ പരീക്ഷിത്ത് ബ്രഹ്മാസ്ത്രത്തെ ഭഗവാൻ സുദർശന ചക്രം കൊണ്ട് തടഞ്ഞിട്ട് പരീക്ഷത്തിനെ രക്ഷപ്പെടുത്തി. ആ മഹാനായിട്ടുള്ള ആ പരീക്ഷിത്ത് മഹാരാജാവാണ് നമ്മുടെ ഭാഗവതം ആദ്യമായിട്ട് കേൾക്കുന്നത്. എന്താ, അപമൃത്യുവായിരുന്നു ഫലം, പാമ്പ് കടിച്ചിട്ട് മരിക്കുന്ന ഒരു യോഗമായിരുന്നു. അത് പറഞ്ഞു കൊടുത്തതാരാ? ശുഗബ്രഹ്മർഷി. ആത്മാരാമനായിട്ടുള്ള ശ്രേഷ്ഠനായിട്ടുള്ള ശുഗബ്രഹ്മർഷിയാണ് ആ ഭാഗവതം പറഞ്ഞു കൊടുത്തത്. ശുഗബ്രഹ്മർഷിക്ക് ഭാഗവതം പറഞ്ഞു കൊടുത്തത് തൻ്റെ അച്ഛനായിട്ടുള്ള വ്യാസമഹർഷിയാണ്. അപ്പൊ വ്യാസമഹർഷിയിൽ നിന്ന് പകർന്നു കിട്ടിയിട്ടുള്ള ആ ഭാഗവതം പരീക്ഷിത്താണ് ആദ്യമായിട്ട് കേട്ടത്. അതുകൊണ്ട് എന്താ സംഭവിച്ചത്? അപമൃത്യു ആണെങ്കിൽ കൂടെ മോക്ഷാണ് കിട്ടിയത്. അപമൃത്യു അവിടെ ബാധിച്ചില്ല തന്നെയാണ്. ശരീരബോധം, ഞാനല്ല നശിക്കുന്നത്, എൻ്റെ ആത്മാവ് നശിക്കുന്നില്ല, ശരീരം മാത്രമേ നശിക്കുന്നുള്ളൂ. അഹം ബ്രഹ്മാസ്മി, എൻ്റെ അകത്താണ് ആ ചൈതന്യമുള്ളത് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് പരീക്ഷ. അങ്ങനെ അപമൃത്യു ഒഴിഞ്ഞുപോയി. അപമൃത്യു പാമ്പ് കടിച്ച് മരിച്ചെങ്കിലും അത് മോക്ഷത്തിലേക്കാണ് നയിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതാണ് ഭാഗവതത്തിന്റെ ഒരു എന്താ പറയാ, ഒരു ശക്തി. അതായത് ഭഗവാൻ തന്നെയാണ് ഭാഗവതം. കൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ തന്നെയാണ് ഭാഗവതം. അതുപോലെ ഭാഗവത സദസ്സില് കൃഷ്ണൻ വന്നിരിക്കൂത്രേ കഥകൾ കേൾക്കാൻ. അപ്പൊ ഒന്ന് ആലോചിച്ചു, ഭഗവാന്റെ കൂടെ ഇരുന്ന് നമുക്ക് കേൾക്കാന്നുള്ളതാണ്. ഈ കലികാലത്തിൽ ഭഗവാനെ കണ്ടുകൊണ്ട് നമുക്ക് കാണാൻ സാധിക്കില്ല, നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കില്ലായിരിക്കും. പക്ഷേ ഭഗവാന്റെ സ്പർശനം
അല്ലെങ്കിൽ ഭഗവാന്റെ കാരുണ്യം ഉണ്ടായിട്ടുള്ള സന്ദർഭങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാവും. നമ്മളത് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല എന്ന്. കാരണം കരുണാർദ്ര ചിത്തനാണ് ഭഗവാൻ, ഭക്തന്മാരോട് ഭക്തപ്രിയനാണ്, ഭക്തവത്സലനാണ് ഭഗവാൻ എന്ന് മനസ്സിലാക്കുന്നത്. അങ്ങനെ കുന്തിദേവി ഭഗവാനെ നമസ്കരിച്ചുകൊണ്ട് പറഞ്ഞു, അങ്ങനെ എല്ലാ ആപത്തുകളിലും അങ്ങ് എൻ്റെ കൂടെ നിന്നിട്ടുണ്ട്. അതുപോലെ നന്ദഗോപരെയും ദേവകിയെയും അങ്ങ് ജയിലിൽ നിന്ന് മോചിതനാക്കി. പക്ഷേ അങ്ങയുടെ സഹോദരങ്ങളെ അങ്ങക്ക് രക്ഷിക്കാൻ സാധിച്ചില്ല, അല്ലെ? ദേവകിയുടെ പുത്രന്മാരെയൊക്കെ കംസൻ കൊന്നു കളഞ്ഞു. പക്ഷേ എൻ്റെ മക്കളെ അങ്ങ് രക്ഷിച്ചു. ഒരു പക്ഷേ അമ്മയോട് കാണിക്കുന്നതിനേക്കാൾ കാരുണ്യം ഭഗവാൻ അങ്ങ് എന്നോട് കാണിച്ചിട്ടുണ്ട്. എന്നിട്ട് പറഞ്ഞു, ഭഗവാനെ അങ്ങ് എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് ആപത്തുകളെ പേടിയില്ല കൃഷ്ണ. എനിക്ക് സദാസമയം എല്ലായ്പ്പോഴും എനിക്ക് ആപത്തുകളെ തന്നോളൂ എന്നാണ്. വിപദസ്സന്തു നശ്വത് തത്ര തത്ര ജഗദ്ഗുരോ ഭവതോ ദർശനം യത് സ്യാദ പുനർഭവ ലക്ഷണം എന്നാണ്. അതായത് വിപദസ്സന്തു നശ്വത് എന്നാണ്. എല്ലാ കാലത്തും എല്ലായ്പ്പോഴും എനിക്ക് വിപത്തുകളെ തന്നോളൂ ഭഗവാനെ എന്നാണ് പറയുന്നത്. ആപത്തുകളെ തരൂ കൃഷ്ണ എന്നാണ്. നമ്മൾ ആരെങ്കിലും അങ്ങനെ പറയൂ? കാരണം ഭഗവാൻ കൂടെയുണ്ട്, ഭഗവാന്റെ ദർശനം ഉണ്ടാവും, ഭഗവാന്റെ സാമീപ്യം മതി. ഭഗവാൻ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് ആപത്തുകളെ പേടിയില്ല കൃഷ്ണ എന്നാണ് കുന്തിദേവിയുടെ പ്രാർത്ഥന. ഒന്ന് ആലോചിച്ചു നോക്കൂ, അങ്ങനെ ഒരു പ്രാർത്ഥന നമുക്ക് ചെയ്യാൻ സാധിക്കുമോ? നമ്മുടെ മുമ്പിൽ ഭഗവാൻ വന്നു നിന്നാൽ നമ്മൾ ഒരിക്കലും, നമ്മൾ എന്തൊക്കെയാ പറയാ? എനിക്ക് വീടില്ല, എൻ്റെ മക്കളുടെ പഠിത്തം ശരിയായില്ല, മക്കളുടെ കല്യാണം കഴിഞ്ഞില്ല, എനിക്ക് ജോലി കിട്ടിയില്ല, ഇതൊക്കെയായിരുന്നു. പക്ഷേ കുന്തിദേവി എന്താ പറഞ്ഞ? ആപത്തുകളെ തന്നോട് പേടിയില്ല എന്നാണ്. ആ ഒരു ചിന്തയാണ് നമ്മുടെ മനസ്സിലുണ്ടാവേണ്ടത്, ആ ഒരു ഭക്തിയുടെ ഒരു മഹിമ, ആ ഒരു തലം. എന്നിട്ട് പറഞ്ഞു, ഭഗവാനെ ഈ പ്രകൃതി ഇങ്ങനെ ഭംഗിയായിട്ട് നിൽക്കുന്നത് അങ്ങയുടെ പാദസ്പർശം കൊണ്ടാണ്. ഈ ധരിത്രി പവിത്രയാകുന്നത് അങ്ങയുടെ കടാക്ഷം കൊണ്ടാണ്. അങ്ങ് പോയാൽ എൻ്റെ പ്രാണൻ പോയി, ഈ പ്രകൃതിയുടെ ഭംഗി പോയി. അങ്ങ് തന്നെയാണ് ഈ ജഗത്തിന്റെ ഗുരു എന്ന്, ഈ ജഗത്തിന്റെ നാഥൻ എന്ന് പറഞ്ഞിട്ട് ഭഗവാനോട് പറഞ്ഞു, യദുക്കളിലും ബന്ധുക്കളിലുമുള്ള എൻ്റെ സ്നേഹത്തെ ഒന്ന് അറുത്തു തരണം. അതായത് പാശം, മമതാബോധത്തെ എനിക്ക് വിച്ഛേദിച്ചു തരണം ഭഗവാനെ. ഈ സ്നേഹമാകുന്ന പാശത്തെ എനിക്ക് വിച്ഛേദിച്ചു തരണം. ഗംഗാനദി പോലെയുള്ള നദികള് സമുദ്രത്തിലേക്കല്ലേ ഒഴുകുക, അല്ലെ? എല്ലാ പുഴകളും നദികളിലേക്ക് എത്തിച്ചേരും. അന്യഭാവം വെടിഞ്ഞിട്ട് പുഴകളൊക്കെ നദികളിൽ എത്തിച്ചേരുന്നത് പോലെ അങ്ങയിൽ ഒഴുകി അങ്ങയിൽ ലയിച്ചു തരാനായിട്ട് എൻ്റെ മനസ്സ് വെമ്പുകയാണ് ഭഗവാനെ. എന്നെ അങ്ങയിൽ ലയിപ്പിക്കണം, അങ്ങയിൽ അങ്ങയുടെ കാൽക്കൽ ശരണം പ്രാപിച്ച് അങ്ങയായിട്ട് തീരണം, ഭഗവാനായിട്ട് തീരണം. എനിക്ക് വേറെ ഒരു ആഗ്രഹം എൻ്റെ മനസ്സിലില്ല എന്ന് പറഞ്ഞ് സാഷ്ടാംഗം ഭഗവാനെ നമസ്കരിച്ചു. അതാണ് കുന്തി അമ്മയുടെ സ്തുതി എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു, നമോ അകിഞ്ചന വിത്തായ നിവൃത്ത ഗുണവൃത്തയെ ആത്മാരാമായ ശാന്തായ കൈവല്യപതയേ നമഃ എന്നാണ് പറഞ്ഞത്. അതായത് അകിഞ്ചന വിത്തായ, അതായത് ഒന്നുമില്ലാത്തവര്, ധനമില്ലാത്തവര്, ഒന്നുമില്ലാത്തവർക്ക് ഭഗവാനാണ് ധനം, വേറെ ഒന്നും ധനമില്ല. അപ്പോ ആ ധനം, ഭഗവാനായിട്ടുള്ള ആ ധനം, ഒന്നുമില്ലാത്തവരെ ഭഗവാൻ സംരക്ഷിക്കും. ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്, എന്താ പറഞ്ഞത്? നമേ ഭക്ത പ്രണശ്യതി എന്നാണ് പറഞ്ഞത്. അതായത് എന്റെ ഭക്തൻ ഒരിക്കലും നശിക്കുന്നില്ല. പിന്നെ ഒന്നുകൂടെ പറഞ്ഞു, അനന്യാചിന്തയന്തോ മാം യേ ജനാഃ പര്യുപാസതേ തേഷാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം വഹാമ്യഹം. അനന്യാചിന്തയന്തോ മാം, വേറൊരു ചിന്തയില്ലാതെ ഭഗവാനെ ആരാണോ ഉപാസിക്കുന്നത്, ഒരു ചെറിയ സംശയം പോലും മനസ്സിലുണ്ടാവേണ്ട കാര്യമില്ല. ഭഗവാൻ രക്ഷപ്പെടുത്തുമോ, ഭഗവാൻ ഉണ്ടോ, ഉണ്ട്, ആ ഒരു അചഞ്ചലമായ വിശ്വാസം മനസ്സിൽ വെച്ചുകൊണ്ട് എന്നെ ആരാണോ അനന്യാചിന്തയന്തോ മാം യേ ജനാഃ പര്യുപാസതേ തേഷാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം വഹാമ്യഹം എന്നാണ് പറഞ്ഞത്. ആ യോഗക്ഷേമത്തെ, ആ ഭക്തന്റെ യോഗക്ഷേമത്തെ ഞാൻ വഹിച്ചുകൊള്ളും എന്നാണ്. ഭക്തപ്രാണോ ഹി കൃഷ്ണശ്ച കൃഷ്ണപ്രാണാഹി വൈഷ്ണവാഹ എന്നാണ്. ഭക്തൻ, കൃഷ്ണന് ഭക്തൻ പ്രാണൻ തന്നെയാണെന്നാണ്. ഭക്തവത്സലനാണ്. ദ്രൗപദിയുടെ വസ്ത്രാക്ഷേപം നടന്നു സഭയിൽ, അല്ലെ? ആ സമയത്ത് അവിടെ എല്ലാവരും ഉണ്ടായിരുന്നു. അർജുനൻ ഉണ്ടായിരുന്നു, ധൃതരാഷ്ട്രൻ ഉണ്ടായിരുന്നു, ഭീമസേനൻ ഉണ്ടായിരുന്നു, ദ്രോണർ, എല്ലാ മഹാരഥന്മാരും, ദ്രൗപദിയുടെ 5 ഭർത്താക്കന്മാരും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു.
ഇവര് ഈ വസ്ത്രാക്ഷേപം ദുശാസനൻ സാരി ഇങ്ങനെ വലിച്ച് അഴിച്ചെടുത്തപ്പോ ഇവരൊക്കെ നോക്കി, ആർക്കും ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. അപ്പോ ഒരു താൻ പാതി ദൈവം പാതി എന്ന് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് മടിക്കുത്തിൽ ഇങ്ങനെ പിടിച്ചു അത്രേ. മടിക്കുത്തിൽ ഒരൊറ്റ കൈ കൊണ്ട് ഭഗവാനെ വിളിച്ചു കൃഷ്ണ. അപ്പൊ ആ സമയത്ത് കൃഷ്ണൻ രുക്മിണിയുടെ അടുത്ത് നർമ്മസല്ലാപം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോ പെട്ടെന്ന് ഈ ദ്രൗപദിയുടെ വിളി കേട്ടപ്പോ ഭഗവാന്റെ കണ്ണുകൾ നിറഞ്ഞു എന്നാ പറയുന്നത്. അപ്പൊ രുക്മിണി ചോദിച്ചു എന്താ അങ്ങയുടെ സങ്കടം, അങ്ങ് എന്തിനാ സങ്കടപ്പെടുന്നത്? അപ്പൊ പറഞ്ഞു, എനിക്ക് എന്നെ കുറിച്ചൊരു സങ്കടവുമില്ല, എനിക്ക് ഭക്തന്മാരെ കുറിച്ചാണ് സങ്കടം. എന്റെ ഭക്തൻ സങ്കടപ്പെടുമ്പോ എനിക്ക് സങ്കടം വരും. പാഞ്ചാലി, അതായത് ദ്രൗപദി ഇപ്പൊ വലിയൊരു വിപത്തിൽപ്പെട്ടിരിക്കുക. പക്ഷെ ഒരു കാര്യമുണ്ട്, ഒരു കൈ കൊണ്ട് മാത്രമേ എന്നെ വിളിച്ചിട്ടുള്ളൂ. അപ്പോഴവിടെ സംശയം ബാക്കി നിൽക്കാൻ ഞാൻ രക്ഷപ്പെടുത്തുള്ളൂ. 2 കൈ കൊണ്ട് എന്നെ വിളിക്കണം എന്ന് പറഞ്ഞു. അവസാനം ഗത്യന്തരമില്ലാതെ ഭഗവാൻ തന്നെയാണ് ശരണം എന്ന് പറഞ്ഞിട്ട് 2 കൈയും മടിക്കുത്തുന്നൊക്കെ കൈയെടുത്തിട്ട് 2 കൈയും കൂപ്പി ഭഗവാനെ തൊഴുതൂത്രെ വിളിച്ചു. ആ വിളി ഭഗവാൻ കേട്ടു അല്ലെ. കൃഷ്ണൻ അവിടെ എത്തി, വസ്ത്രാക്ഷേപത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയില്ലേ ദ്രൗപദിയെ. ഇതിലപ്പുറം എന്ത് ഉറപ്പാണ് നമുക്ക് വേണ്ടത്? ഇതൊക്കെ ഈ കഥകളിൽ നിന്നൊക്കെ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? അതിനുള്ള തത്വമാണ് നമ്മൾ ഗ്രഹിക്കേണ്ടത്. അചഞ്ചലമായ ഭക്തി, ഞാൻ പറഞ്ഞില്ലേ, കണ്ണടച്ചാൽ ഭഗവാന്റെ രൂപമാണ് നമ്മുടെ മനസ്സിൽ വേണ്ടത്. ആ രൂപം ഒരു കാര്യം ആലോചിച്ചു നോക്കൂ. നമ്മൾ നിരന്തരമായിട്ട് ഒരു കാര്യം ചിന്തിച്ചുകൊണ്ടിരുന്ന ഊണിലും ഉറക്കത്തിലൊക്കെ ആ ചിന്ത തന്നെയായിരിക്കും. എന്തുകൊണ്ട് ഭഗവാനെ ചിന്തിച്ചുകൂടാ? എന്തുകൊണ്ട് ഭഗവാനെ സ്നേഹിച്ചുകൂടാ? വെറുതെ കുറെ സുഹൃത്തുക്കളെ സ്നേഹിക്കും, നമ്മുടെ ബന്ധുക്കളെ സ്നേഹിക്കും, നമ്മുടെ മക്കളെ സ്നേഹിക്കും. പക്ഷെ ഇവരൊക്കെ നമുക്ക് വല്ല രക്ഷയുണ്ടോ? ഭഗവാൻ മാത്രമേ രക്ഷയുള്ളൂ. അപ്പോ ആ ദ്രൗപദി 2 കൈയും നിവർത്തിക്കൊണ്ട് ഭഗവാനെ വിളിച്ചപ്പോ കൃഷ്ണൻ അവിടെ എത്തി സഹായിക്കാൻ വേണ്ടി. ഇനി അടുത്തതേക്ക് പറയാനുള്ളത് പൂന്താനത്തെയാണ്. കൂടുതലൊന്നും ഞാൻ അതിനെ കുറിച്ച് പറയേണ്ട കാര്യമില്ല. സദാസമയം ഊണിലും ഉറക്കത്തിലും കൃഷ്ണ കൃഷ്ണ എന്നൊരു ചിന്ത മാത്രമേ ഉള്ളൂ പൂന്താനത്തിന്. ഭഗവാൻ എവിടെയാണ്? കൃഷ്ണ ഗുരുവായൂരപ്പ എന്നുള്ള ചിന്ത മാത്രമേ സദാസമയം മനസ്സിലുള്ളൂ പൂന്താനം. അങ്ങനെ ഒരു ദിവസം പൂന്താനം ഗുരുവായൂർ, അതായത് ഒരു കാര്യം നമ്മൾ ചിന്തിക്കണം, ഒരാളുടെ ഏറ്റവും വലിയ ദുഃഖം എന്താ? പുത്രദുഃഖല്ലേ. പുത്രനെ നഷ്ടപ്പെടുകയാണ് ഏറ്റവും വലിയ ദുഃഖം. ആ ദുഃഖം പൂന്താനത്തിന് ഭഗവാൻ തന്നെ ഒരു സന്താനത്തെ കൊടുത്തു. ആ സന്താനത്തെ ഭഗവാൻ തന്നെ തിരിച്ചെടുത്തു. പക്ഷേ പൂന്താനത്തിന് ഒരു പരാതി ഉണ്ടായിരുന്നില്ല. ഒരു പരാതി, ഭഗവാനോട് ഒരു പരിഭവം ഉണ്ടായില്ല. നമ്മളൊക്കെ ഒരു ചെറിയ പ്രശ്നം വരുമ്പോഴത്തേക്കും ഇനി നാളെ മുതൽ വഴക്കോടില്ല, ഇനി നാളെ മുതൽ ഞാൻ അമ്പലത്തിൽ പോകില്ല, അതൊക്കെ ഭഗവാനാണോ ഉണ്ടാക്കുന്നത്? അല്ല. പൂർവജന്മം അനുസരിച്ച് നമ്മൾ അനുഭവിക്കേണ്ട ദുരിതങ്ങൾ നമ്മൾ അനുഭവിച്ചേ തീരുള്ളൂ. പക്ഷേ ഈ ജന്മത്തിൽ ചെയ്യുന്ന നമ്മുടെ നല്ല കർമ്മങ്ങൾ, ഇതുപോലെയുള്ള സത്സംഗങ്ങള്, നാമസങ്കീർത്തനങ്ങൾ നമ്മുടെ രക്ഷയ്ക്കെത്തും. കണ്ണിൽ കൊള്ളാളുകൾ പുരികത്ത് കൊണ്ടുപോകുമെന്ന് നമ്മൾ പറയും. അവിടെ നമ്മൾ ഭഗവാൻ നമ്മളെ രക്ഷയ്ക്കെത്തും. ആ ഒരു ഉറപ്പാണ് നമുക്ക് വേണ്ടത്. അപ്പോ പൂന്താനം, മകൻ മരിച്ചിട്ട് പൂന്താനത്തിന് ഒരു സങ്കടം ഉണ്ടായില്ല. പൂന്താനം എന്താ പറഞ്ഞത്? ഉണ്ണികൃഷ്ണൻ അല്ലെങ്കിൽ ഉണ്ണിക്കണ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ ഉണ്ണികൾ മറ്റു വേണമോ മക്കളായ എന്നാണ് പറഞ്ഞത് അല്ലെ. അതന്നെയാണ് പിന്നിലേക്ക് മക്കളിൽ. പക്ഷെ ആ ഒരു ഭഗവാനിൽ അർപ്പിതമായിട്ടുള്ള മനസ്സോട് കൂടിയിട്ട് അത് പറഞ്ഞിരിക്കുന്നത്. ഉണ്ണിക്കണ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ ഉണ്ണികൾ മറ്റു വേണമോ മക്കളായ. എല്ലാ മാസവും ഗുരുവായൂർക്ക് പോകുന്നത്. ഇദ്ദേഹത്തിന്റെ ഇല്ലം മലപ്പുറത്താണ്. അവിടെ നിന്ന് നടന്നാണ് പോകേണ്ടതല്ലേ ഗുരുവായൂർക്ക്. എത്ര പ്രായമായാലും 1-ാം തീയതി ആകുമ്പോൾ ഗുരുവായൂർക്ക് കൃഷ്ണനെ കാണാം. സദാസമയം കൃഷ്ണന്റെ ചിന്ത തന്നെ മനസ്സിലുള്ളൂ. അങ്ങനെ ഒരു ദിവസം ഗുരുവായൂർക്ക് പുറപ്പെട്ടപ്പോ കൂറ്റനാട് എന്ന് പറഞ്ഞ സ്ഥലം ഒരു എന്താ പറയാ വനപ്രദേശത്തിലൂടെയും കാട്ടിലൂടെയും നദിയിലൊക്കെ കടന്നിട്ടാണ് ഇങ്ങനെ ഭഗവാന്റെ അടുത്തേക്ക് എത്തുന്നത്. നടന്ന കാൽനടയായിട്ടാ പോകുന്ന, വയസ്സായി. അങ്ങനെ കൂറ്റനാട് എന്ന് പറഞ്ഞ ഒരു കാട്ടിൻ പ്രദേശം ഭീമാകാരന്മാരായ സ്വർണം പണമൊക്കെ അപഹരിച്ചു. എന്നിട്ട് അത് മാത്രല്ല, പൂന്താനം ഇവരെ കണ്ടു അല്ലെ. കണ്ടു കഴിഞ്ഞാൽ ഇനി പറഞ്ഞു കൊടുക്കില്ലേ ഇവരാണ് കള്ളന്മാരെന്ന്. അപ്പൊ പൂന്താനത്തിനെ കൊല്ലാനായിട്ട് കത്തി കയ്യിലെടുത്തു. ആ സമയത്ത് കുന്തിയമ്മ ചെയ്ത് തന്നെ പൂന്താനം ചെയ്തു. കണ്ണടച്ച് ഭഗവാനെ പ്രാർത്ഥിച്ചു. എന്നിട്ട് കൃഷ്ണൻ വരും എന്നുള്ള വിശ്വാസം തന്നെയാണ്. എന്നിട്ട് പറഞ്ഞു, യാത്വരാ ദ്രൗപദീത്രാണേ യാത്വരാ ഗജരക്ഷണേ മയ്യാർത്തേ കരുണാമൂർത്തേ സാത്വരാ കുടദാഹരേ. കൃഷ്ണ, ദ്രൗപദിയെ രക്ഷിച്ചപ്പോൾ അങ്ങയുടെ തിടുക്കം, ത്വര എന്ന തിടുക്കം, ആ തിടുക്കം എവിടെ പോയി?
ഗജേന്ദ്രമോക്ഷം, ഗജേന്ദ്രന് മോക്ഷം കൊടുത്തു, ശാപമോക്ഷം കൊടുത്തു. ആ ത്വര അന്ന് കാണിച്ച തിടുക്ക എവിടെ പോയി? മയ്യാർത്ത, അതായത് ഞാനിങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുമ്പോ എന്നിൽ ആ ത്വര എവിടെ പോയി? എവിടെ നഷ്ടപ്പെട്ടു ഭഗവാനെ? ആ ധൃതി എവിടെ? എന്നെ രക്ഷിക്കൂ എന്ന് പറഞ്ഞു. കൃഷ്ണനോട് മാത്രമേ പറയാനുള്ളൂ. കൃഷ്ണനോട് പറഞ്ഞു. ആ സമയത്ത് ഒരു കുളമ്പടി ശബ്ദം കേട്ടു കുതിരപ്പുറത്ത്. ഒരു വീരയോദ്ധാവ് ആ കുതിരപ്പുറത്ത് നിന്ന് ഇറങ്ങിയിട്ട് ഈ തസ്കരന്മാരെയൊക്കെ വധിച്ചിട്ട് പൂന്താനത്തിന്റെ സ്വർണ്ണവും മോതിരമൊക്കെ തിരിച്ചു കൊടുത്തു. അപ്പോ പൂന്താനം കണ്ണു തുറന്നപ്പോ മനസ്സിലായി ഞാൻ എവിടെയോ പെട്ടു, ഇങ്ങനെ ഒരാളെന്നെ രക്ഷപ്പെട്ടു. അപ്പൊ ചോദിച്ചു, അങ്ങ് ആരാണ്? അപ്പൊ പറഞ്ഞു, ഞാൻ മങ്ങാട്ടച്ഛനാണ്, സാമൂതിരിയുടെ സൈന്യാധിപനാണ്. ഇതുപോലുള്ള ജനങ്ങളെ ആപത്തിൽ നിന്ന് രക്ഷിക്കലാണ് എന്റെ പണി. അതുകൊണ്ട് ഞാൻ അങ്ങയുടെ രക്ഷയ്ക്ക് വന്നു എന്ന് പറഞ്ഞപ്പോ സന്തോഷം കൊണ്ട് മോതിരെടുത്ത് കൈ കൊടുത്തു. മങ്ങാട്ടച്ഛന് കൊടുത്തു മോതിരം, സന്തോഷം കൊണ്ട്. എന്നിട്ട് ഗുരുവായൂർക്ക് പോയി. രാവിലെ കുളിച്ചു തൊഴുത് നിർമ്മാല്യ ദർശനത്തിന് വേണ്ടി ഗുരുവായൂർ അമ്പലത്തിൽ നിൽക്കാൻ നട തുറന്നു. മേൽശാന്തി വന്നിട്ട് നട തുറന്നു. കൃഷ്ണ ഗുരുവായൂരപ്പ എന്ന് പറഞ്ഞിട്ട് എല്ലാവരുടെയും പ്രാർത്ഥന മാത്രം, ഭഗവാനെ കൃഷ്ണ ഗുരുവായൂരപ്പ ഗോവിന്ദ എന്ന് പറഞ്ഞിട്ട്. ഇപ്പോഴും നമുക്കറിയാം ഗുരുവായൂരമ്പലത്തിൽ പോകുമ്പോൾ ആ നട തുറക്കുമ്പോഴുള്ളൊരു പ്രതീതി, ഭഗവാന്റെ ചൈതന്യം മുഴുവൻ അവിടെ നടന്നു നിൽക്കാം. അപ്പൊ ആ സമയത്ത് അന്ന് രാത്രി മേൽശാന്തി തലേദിവസം രാത്രി ഒരു സ്വപ്നം കണ്ടു. നിർമ്മാല്യത്തിന് പൂക്കൾ എടുക്കുമ്പോ എന്റെ കയ്യിൽ ഒരു മോതിരം ഉണ്ടാവും. ആ മോതിരം പൂന്താനം എനിക്ക് സമ്മാനിച്ച, പൂന്താനത്തിന് രക്ഷപ്പെടുത്തിയത്. അതുകൊണ്ട് ആ മോതിരം പൂന്താനത്തിന്റെ പ്രസാദത്തിന്റെ കൂടെ തിരിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ മേൽശാന്തി അവിടെ ചെന്ന് നോക്കുമ്പോ നിർമ്മാല്യത്തിന് എടുത്ത് മാറ്റിയ പൂക്കളുടെ ഇടയിൽ ഒരു മോതിരം ഇരിക്കുന്നു. എന്നിട്ട് ആ മോതിരം എടുത്ത് പൂന്താനത്തിന് കൊണ്ടുകൊടുത്തു. അത് കണ്ടിട്ട് പിന്നെ വല്ലതും പറയാനുണ്ടോ? ആ സന്തോഷം. ഭഗവാനാണ് എന്നെ രക്ഷിക്കാൻ എത്തിയത് കൃഷ്ണ എന്ന് പറഞ്ഞിട്ട് ഭഗവാനേ കൃഷ്ണ എന്ന് പറഞ്ഞിട്ട് അവിടെ നമസ്കരിച്ചു. അങ്ങനെ പൂന്താനത്തിന് മുമ്പിൽ കൃഷ്ണൻ പ്രത്യക്ഷപ്പെടുമായിരുന്നു. അങ്ങനെ പൂന്താനത്തോട് ഭഗവാൻ പറഞ്ഞു അത്രേ, പൂന്താനം എന്തിനാ ഈ പ്രായമുള്ളപ്പോ ഇങ്ങനെ കഷ്ടപ്പെടുന്നത്, ഇങ്ങനെ നടന്നു വരുന്നത് എന്തിനാ? ഈ ചൈതന്യം ഞാൻ ലോകത്ത് മുഴുവൻ ഇങ്ങനെ നടന്നു നിൽക്കല്ലേ. അപ്പോ അങ്ങയുടെ ഇല്ലത്തിനടുത്തൊരു അമ്പലം ഉണ്ടല്ലോ, ആ അമ്പലത്തിൽ എന്നെ പ്രതിഷ്ഠിച്ചിട്ട് അവിടെ എന്നെ ആരാധിച്ചോളൂ എന്ന്. പൂന്താനത്തിന് ഇതിൽ പറഞ്ഞ സന്തോഷം ഉണ്ടല്ലോ, കൃഷ്ണനല്ല ഇത് പറയുന്നത്. എന്നിട്ട് പൂന്താനം വീട്ടിൽ ചെന്നു. വീടിനടുത്തുള്ള അമ്പലത്തിൽ ഭഗവാനെ പ്രതിഷ്ഠിച്ചു. സദാസമയം അമ്പലത്തിൽ തന്നെ ഭഗവാന് നേദിക്കും, അത് കഴിക്കും, ഭഗവാന് പൂക്കൾ അർപ്പിക്കും, ഭഗവാന് മാല ചാർത്തും, ഭഗവാൻ അലങ്കരിക്കും, ഭഗവാന്റെ നാമസങ്കീർത്തനങ്ങൾ പറഞ്ഞുകൊണ്ട് അവിടെ എങ്ങനെ ഇരിക്കും. അങ്ങനെ ഒരു ദിവസം പൂന്താനത്തിന്റെ പിറന്നാൾ വരും. അപ്പോ ആ പിറന്നാളിന്റെ തലേ ദിവസം ഭഗവാൻ സ്വപ്നത്തിൽ വന്ന് പറഞ്ഞു, നാളെ അങ്ങയുടെ പിറന്നാളിന് ഞാൻ ഭക്ഷണം കഴിക്കാൻ വരും, സദ്യ ഉണ്ണാൻ ഞാൻ വരും എന്ന് പറഞ്ഞു. പൂന്താനത്തിന് വലിയ സന്തോഷമായി. കൃഷ്ണൻ വരില്ലേ? രാവിലെ എണീറ്റു. എന്നിട്ട് ഭാര്യയോട് സഹധർമ്മിണിയോട് പറഞ്ഞു. അപ്പോ ഈ പൂന്താനം സദാസമയം അമ്പലത്തിലാ, കൃഷ്ണൻ വരുന്നുണ്ട്, കൃഷ്ണനെ കാണുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ബന്ധുക്കളും ഇവൻ സഹധർമ്മിണിയൊക്കെ പറഞ്ഞു തുടങ്ങി, എന്തോ ഒരു നൊസ്, ഒരു ഭ്രാന്തി ഇത്തിരി കൂടുതലായെന്നാ തോന്നണ, വയസ്സായതിൻ്റെ എന്നാണ് അവരൊക്കെ ചിന്തിച്ചത്. പക്ഷെ പൂന്താനം കൃഷ്ണനെ കാണുന്നുണ്ട്. എന്നിട്ട് പറഞ്ഞു, കൃഷ്ണൻ വരും, സദ്യക്ക് ഇന്നതൊക്കെ ഉണ്ടാക്കണം, ഇന്നെന്ന എല്ലാം ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞു. സഹധർമ്മിണി പറഞ്ഞു, മൂന്ന് ഭ്രാന്തായി എന്നാ തോന്നണേ, പക്ഷെ എന്താ ചെയ്യാൻ, നമുക്ക് ഉണ്ടാക്കാം. അതുമാത്രല്ല, ഭഗവാൻ ഒരു കാര്യം കൂടെ പൂന്താനത്തിനോട് പറഞ്ഞു. എന്താണെന്നറിയോ? കാരണം ഞാൻ വന്ന് അങ്ങയെ കൊണ്ടുപോകും, ബ്രഹ്മസായുജ്യം എന്റെ അടുത്തേക്ക് വിഷ്ണുവാദത്തിലേക്ക് ഞാൻ കൊണ്ടുപോകും. എന്റെ സാമ്രാജ്യം, അതായത് വിഷ്ണുലോകത്തേക്ക് ഞാൻ കൊണ്ടുപോകും, അങ്ങേക്ക് ബ്രഹ്മസായുജ്യം തരും. അതുകൊണ്ട് കൂടെ ആരെങ്കിലും വരുന്നെങ്കിൽ വന്നോട്ടെ, ഇതൊരു നല്ല സന്ദർഭമാണ്. അപ്പൊ പൂന്താനം എല്ലാ വീട്ടിലും ചെന്ന് പറഞ്ഞു, കൃഷ്ണൻ വരും, കൃഷ്ണൻ വരും, നിങ്ങൾ എല്ലാവരും വരണട്ടോ, കൃഷ്ണനെ കാണണം, സദ്യ ഉണ്ണാൻ വരും എന്ന് പറഞ്ഞു. എല്ലാവരും പറഞ്ഞു. പൂന്താനത്തിന് മുഴുവട്ടായി എന്നാ തോന്നുന്നത്. തിരിച്ചു വന്ന് ഭാര്യയോട് പറഞ്ഞു. അങ്ങനെ സദ്യയൊക്കെ വിളമ്പി ഇങ്ങനെ കാത്തിരിക്കുക ഭഗവാനെ. അപ്പോ അതാ സദ്യ കഴിക്കാനായിട്ട് വാതിൽ കടന്ന് ഇങ്ങനെ കൃഷ്ണൻ വരിക. ഒരു ചെറിയ പ്രശ്നമുണ്ട്. എന്താ? പൂന്താനത്തിന് മാത്രമേ കൃഷ്ണനെ കാണാൻ പറ്റുന്നുള്ളൂ, വേറെ ആർക്കും കാണാൻ പറ്റുന്നില്ല. അങ്ങനെ ഭഗവാൻ വന്നാൽ ഇരുന്ന് പൂന്താനം ഭക്ഷണം വിളമ്പി കൊടുത്തു. അതെല്ലാം ഭഗവാൻ കഴിച്ചു. അപ്പൊ എല്ലാരും പറയുന്നുണ്ട്, എന്തോ നൊസ് അലയിൽ വിളമ്പുന്നു, പക്ഷെ കാണുന്നില്ല അലയിൽ വിളമ്പുന്നു. അപ്പൊ എന്തോ ഒരു മാതൃക ഇതാണെന്ന് തോന്നുന്നു, എന്തോ വട്ടായി, ഈ മുഴുവട്ടായി എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ഇവരാരും വിശ്വസിക്കുന്നില്ല. അത് കഴിഞ്ഞിട്ട് ഭഗവാൻ എഴുന്നേറ്റ് പൂന്താനത്തോട് പറഞ്ഞു, വന്നോളൂ പൂന്താൻ, എന്റെ കൂടെ വന്നോളൂ. അപ്പൊ പറഞ്ഞു, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ആരെങ്കിലും വേണമെങ്കിൽ കൂടെ
കൂടെ വന്നോട്ടെ, വിളിച്ചോളൂ എന്ന് പറഞ്ഞു. അപ്പൊ സഹധർമ്മിണിയെയും ബന്ധുക്കളെയൊക്കെ വിളിച്ചു, നിങ്ങൾ വരും എന്റെ കൂടെ, നല്ലൊരു സന്ദർഭമാണ്, നമുക്ക് ഭഗവാന്റെ അടുത്തേക്ക് പോവാമെന്ന് പറഞ്ഞു. ആരും തയ്യാറായില്ല എന്നാണ്. സഹധർമ്മിണി പോയില്ല. പക്ഷേ അവിടെ അടിച്ചു നിലയ്ക്ക് നിന്നിരുന്ന ഒരു സ്ത്രീ, അവര് പറഞ്ഞു അത്രേ, ഞാൻ കൂടെ വരുന്നുണ്ട്. കണ്ടില്ലേ, ഭഗവാന് എന്താ പറയാ, സമ്പന്നനെന്നോ ദരിദ്രനെന്നോ ഒരു വ്യത്യാസം ഭഗവാന്റെ മനസ്സിലില്ല. പത്രം പുഷ്പം ഫലം തോയം യോമേ ഭക്ത്യാ പ്രയച്ഛതേന തദഹം ഭക്തമശ്നാമി പ്രയതാത്മനഃ. പത്രം, തുളസിയില മതി, വെള്ളം മതി. ഭഗവാനെ നേദിക്കാനായിട്ട് വെള്ളം, നമ്മളിൽ പൈസ ഒന്നും വേണമെന്നില്ല, വെള്ളം കൊടുക്കുക. പക്ഷെ എന്ത് ഭക്തി ഉപഹൃതമശ്നാമി, ആ ഭക്തിയോടുകൂടെ ആ ശുദ്ധാത്മാവ് സമർപ്പിക്കുന്ന എന്തും ഞാൻ സന്തോഷത്തോടെ സ്വീകരിക്കും. ഒരു തുളസിയില സമർപ്പിച്ചാൽ മതി കൃഷ്ണന്. പക്ഷെ എന്താ വേണ്ടത്? മനസ്സിൽ ഭക്തി വേണം, അചഞ്ചലമായിട്ടുള്ളൊരു വിശ്വാസം വേണം, ഭഗവാനെ വിശ്വസിക്കണം. ഈ എന്ത് പ്രതിസന്ധിയിലും നമ്മുടെ കൂടെ കിട്ടുന്ന ഒരു ഉറപ്പ് അത് ഭഗവാൻ മാത്രമേ ഉള്ളൂ എന്നുള്ളൊരു ചിന്തയിലൂടെയാണ്. അപ്പൊ അങ്ങനെ പൂന്താനം ഭഗവാൻ കൊണ്ടുപോയി. പൂന്താനത്തിന് നമുക്കും ആഗ്രഹമില്ല അങ്ങനെ ഭഗവാൻ വന്ന് നമ്മളെ കൊണ്ടുപോകണമെന്ന്. എങ്ങനെയാ കൊണ്ടുപോകാണ്ടെന്ന് ഒരിക്കില്ല. കാരണം പൂന്താനത്തിന് കൊണ്ടുപോയി എന്തുകൊണ്ട് നമ്മളെ കൊണ്ടുപോകാൻ പറ്റും. പക്ഷേ നമ്മുടെ മനസ്സിൽ ആ ഒരു വിശ്വാസം വേണം, സദാസമയം ഭഗവാന്റെ ഓർമ്മ വേണം. അതായത് സർവചരാചരങ്ങളിലും അന്തര്യാമിയായിട്ട് ഭഗവാനുണ്ട്. പുഴു മുതൽ മനുഷ്യൻ വരെയുള്ള എല്ലാ ജീവജാലങ്ങളും ഭഗവാന്റെ സൃഷ്ടിയാണ്. അങ്ങനെ ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ വേണം. അങ്ങനെ ഒരു ചിന്തയുണ്ടെങ്കിൽ നമുക്ക് ആരെങ്കിലും ഉപദ്രവിക്കാൻ തോന്നുമോ? ഈ ഇരിക്കുന്ന നിങ്ങളിലും എന്നിലും ഇവിടെ ഇരിക്കുന്ന ചരാചരങ്ങളിലും അന്തര്യാമിയായിട്ട് ഭഗവാന്റെ സൃഷ്ടിയാണ് ഇതൊക്കെ. ഈ മായാസമുദ്രം, ഈ ദുഃഖവും സുഖവും വരുന്ന ഈ മായാസമുദ്രം ഭഗവാന്റെ മായയാണ്. ആ സംസാര സാഗരം ഭഗവാന്റെ മായയാണ്. ആ മായയെ നമ്മൾ തരണം ചെയ്യണം. ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞിട്ടുണ്ട് ദൈവദശകത്തില്, ദൈവമേ കാത്തുകൊള്ളുകങ്ങ് കൈവിടാതിങ്ങു ഞങ്ങളെ നാവികൻ നീ ഭവാഭിക്കോരാവിവന്തോനിൻ ദൈവമേ കാത്തുകൊള്ളുകങ്ങ് കൈവിടാതിങ്ങു ഞങ്ങളെ എന്നാണ് പറഞ്ഞത്, എന്നെ എന്നല്ല പറഞ്ഞത്. ഈ ലോകത്തിലുള്ള സകല ജനങ്ങളും സർവ്വജനാചരങ്ങളും ജഡവസ്തുക്കളും ജഡമല്ലാത്ത വസ്തുക്കളും ഒക്കെ അതിൽ പെടും. വൃക്ഷങ്ങളടക്കം എല്ലാവരെയും കാത്തുകൊള്ളണമെന്നാണ്. കൈവിടാതിങ്ങു ഞങ്ങളെ, അതാണ് ശ്രദ്ധിക്കേണ്ടത്. നമ്മളോടാണ്, ഭഗവാനോടാണ് നമ്മളെ പിടിക്കാൻ പറഞ്ഞത്. കൈവിടാതിങ്ങു ഞങ്ങളെ, ഭഗവാനാണെങ്കിൽ പിടിക്കാൻ പറഞ്ഞത്, നമ്മളോടല്ല പിടിക്കാൻ പറഞ്ഞത്. നമ്മളെ പിടിച്ചു കഴിഞ്ഞാൽ എന്താ? സുഖം വരും ദുഃഖം വരുമ്പോൾ ആ കൈ ചിലപ്പോൾ നമ്മളങ്ങ് വിട്ടു അല്ലെ. പക്ഷെ ഭഗവാൻ പിടിച്ചാലും ആ പിടി നമ്മൾ ഒരിക്കലും നമ്മൾ വിട്ട് കളിക്കുക. ഇതാണ് ചിദാനന്ദപുരി സ്വാമികൾ ഒരു കഥ പറയും. ഒരു കുഞ്ഞു കുരങ്ങൻ, പൂച്ചകളും മറ്റുള്ള മൃഗങ്ങളൊക്കെ എങ്ങനെയാ പ്രസവിച്ച് കഴിഞ്ഞാൽ കുഞ്ഞിനെ പിടിച്ചോണ്ടാ പോവാ അല്ലേ, നല്ല കുഞ്ഞിനെ പിടിച്ചോണ്ട് അങ്ങോട്ടും ചാടിക്കും. പക്ഷെ കുരങ്ങന്റെ അങ്ങനെയല്ല, ആ കുഞ്ഞു കുരങ്ങനെ അമ്മയെ പിടിക്കുക, അള്ളി പിടിക്കുക അമ്മ ഇങ്ങനെ. അപ്പോ ഒരു കുഞ്ഞു കുരങ്ങൻ പ്രസവിച്ച് ആ കുഞ്ഞ് ഇങ്ങനെ അള്ളി പിടിച്ചിരുന്നു ആ മൃദുലമായിട്ടുള്ള കൈകൊണ്ട്. അങ്ങനെ ആ കുരങ്ങൻ ഒരു മലയിൽ നിന്ന് വേറൊരു മലയിലേക്ക് ഇങ്ങനെ എടുത്ത് ചാടിയപ്പോ ഈ കുഞ്ഞ് കൈവിട്ടങ്ങ് താഴോട്ട് വീണ് പോയിരുന്നു. അങ്ങനെ ആ പാറയിൽ തലയിടിച്ചിട്ട് മരിച്ചു. അപ്പോൾ ആ കുരങ്ങന്റെ സങ്കടം കാണാൻ പറ്റില്ല എന്നാ പറയുന്നത്. അമ്മയുടെ സങ്കടമല്ലേ അത്. അപ്പോ പക്ഷെ ഭഗവാനാണ് നമ്മളെ പിടിച്ചാൽ ആ വീട് വീടും. കാരണം സുഖം വന്നാലും ദുഃഖം വന്നാലും ഒക്കെ നമുക്ക് കുറ്റപ്പെടുത്താൻ, സുഖം വന്നതൊന്നും പറയില്ല, ഭഗവാൻ തന്നൊന്നും പറയും. പക്ഷെ ദുഃഖം വന്നാൽ പറയും ഇതെല്ലാം ഭഗവാനാണ് കാരണം. ഇനി ഞാൻ ഒന്നും ചെയ്യില്ല, പ്രാർത്ഥിക്കില്ല, സഹസാമം ജപിക്കില്ല, ഇതൊക്കെ ജപിച്ചിട്ട് എന്താ കാര്യം? ഞാൻ ചെയ്യുന്നു, ഇത് ഞാൻ ചെയ്താലേ ശരിയാവുള്ളൂ. ഇത് എന്റെ മകനാണ്, ഇത് എന്റെ വീടാണ്, ഇത് എന്റെ കാറാണ്, അല്ലെങ്കിൽ ഇത് എന്റെ സുഹൃത്താണ്. ഇങ്ങനെ ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ട്. എന്റെ എന്ന് വെച്ചു പുലർത്തിയ നമ്മൾ എല്ലാ കർമ്മങ്ങളും ചെയ്യാം. അങ്ങനെ കർമ്മങ്ങൾ നമ്മൾ ചെയ്യുമ്പോ അതൊക്കെ കർമ്മവാസനയായിട്ട് നമ്മളിൽ അവസാനിക്കും. പിന്നെ അതായത് ശങ്കരാചാര്യ പറഞ്ഞ പോലെ പുനരപി ജനനം പുനരപി മരണം പുനരപി ജനനീ ജഠരേ ശയനം എന്ന് പറഞ്ഞ അവസ്ഥയിലേക്ക് നമ്മൾ എത്തും. കാരണം വീണ്ടും 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 നമ്മൾ ഇങ്ങനെ ജനിച്ചുകൊണ്ടിരിക്കും, ഇതിനൊരു അവസാനം ഉണ്ടാവില്ല. അപ്പോ എന്താ ചെയ്യേണ്ടത്? നമ്മളല്ല ഈ കർമ്മം ചെയ്യുന്നത്, നമ്മളിലുള്ള ഭഗവാനാണ് നമ്മളെ കൊണ്ടത് ചെയ്യിക്കുന്നത്. അത് മാത്രമല്ല സർവകർമ്മങ്ങളും, അതാണ് നമ്മൾ
ചിന്തിക്കേണ്ടത് എല്ലാ കർമ്മങ്ങളും ഭഗവാനിൽ അർപ്പിതമായിട്ട് ചെയ്യാം. ചിദാനന്ദപുര സ്വാമികൾ ഒരിക്കൽ ഒരു വേദിയിൽ ഇങ്ങനെ വ്യാഖ്യാനം പറഞ്ഞുകൊണ്ടിരുന്നപ്പോ ഒരാള് എഴുന്നേറ്റെന്ന് ചോദിച്ചു, അത്രേ, സന്യാസിമാരെല്ലാം കള്ളന്മാരല്ലേ? എന്നിട്ട് സ്വാമിയോട് ചോദിച്ചു, അങ്ങ് ഒരു കള്ളനല്ലേ? അപ്പൊ പറഞ്ഞു, സ്വാമി തിരിച്ചോണ്ട് പറഞ്ഞു, ഞാനിതിന് ഉത്തരം തരാം, വ്യാഖ്യാനം അങ്ങോട്ട് കഴിയട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ വ്യാഖ്യാനം കഴിഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ആദ്യം എല്ലാ സന്യാസിമാരും കള്ളന്മാരല്ലേ എന്നൊരു ചോദ്യം ചോദിച്ചു. അതിനെനിക്ക് ഉത്തരമില്ല. കാരണം എന്താ വെച്ചാൽ മനുഷ്യവർഗത്തില് 10% 5% പേര് കള്ളന്മാരാണെന്ന് വെച്ചിട്ട് മനുഷ്യന്മാർ മുഴുവൻ കള്ളനാണെന്ന് നമ്മൾ പറയൂ. അപ്പൊ അത് ശരിയല്ല. പക്ഷേ നിങ്ങൾ വേറൊരു കാര്യം ചോദിച്ചു, ഞാൻ കള്ളനല്ലേ? ഞാനും കള്ളനാണ്, നിങ്ങളും കള്ളനാണ്. അപ്പൊ അതിന് ദേഷ്യം വന്നു. ഞാൻ കള്ളത്തൊന്നും കാണിച്ചിട്ടില്ല, ഞാൻ വളരെ സത്യസന്ധന, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ പറഞ്ഞു, നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ, ഒരു ദിവസം എത്ര വായു നിങ്ങൾ ശ്വസിക്കുന്നുണ്ട്, ഒരു ദിവസം എത്ര വെള്ളം നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്, ഈ ഫലങ്ങളൊന്നും നിങ്ങൾ ഉപയോഗിക്കുന്നില്ല, പ്രകൃതിയുടെ ഇതൊക്കെ നിങ്ങളെ കൊണ്ടുവന്നതാണോ? നിങ്ങളെയാണോ അത് ഉപയോഗിക്കാൻ? അല്ലെ, ഇത് പ്രകൃതിയിലുള്ളതല്ലേ, അല്ലെങ്കിൽ ഭഗവാൻ തന്നിട്ടല്ലേ? അപ്പോ ഒരർത്ഥത്തിൽ അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ നമ്മളെല്ലാവരും കള്ളന്മാരാണ്. ഈശാവാസ്യമിതം സർവം എന്നാണ് ഈശാവാസ്യ ഉപനിഷത്തിൽ. അതായത് ഈ ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഭഗവാനാണ്, നമ്മുടേതായിട്ട് ഒന്നും നമുക്കില്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോ ഇതാണ് അദ്ദേഹം പറഞ്ഞത്, അല്ലെ, എന്ത് അർത്ഥമുള്ളതാണെന്ന് നോക്കും. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ എന്ന് പറഞ്ഞിട്ട് ഭഗവാനെ നമസ്കരിക്കും. നമസ്കാരം മാത്രമേ നമ്മുടെ ഉള്ളൂ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതുപോലെ ഈ അടുത്തൊരു ഭക്തിയുടെ മകുടോദാഹരണമായിട്ട് എനിക്ക് പറയാനുള്ളത് കുഞ്ഞുകുട്ടിയുടെ കഥയാണ്. ധ്രുവൻ എങ്ങനെയാണ് ഭഗവാന്റെ പ്രസാദത്തിന് പാത്രമായത്, എങ്ങനെയാണ് ഭഗവാൻ ധ്രുവനിൽ കാരുണ്യം വർഷിച്ചതെന്ന് നമുക്ക് നോക്കാം. ഉത്താനപാദ മഹാരാജാവിന്, അതായത് വൈവസ്വത മനുവിന്റെ പുത്രനായിട്ടുള്ള ഉത്താനപാദ മഹാരാജാവ് 2 ഭാര്യമാരാണ്. ഒന്ന് സുരുചി, ഒന്ന് സുനീതി. സുരുചി എങ്ങനെയാ, പേര് കേൾക്കുമ്പോ തന്നെ നമുക്ക് മനസ്സിലായി, നല്ല ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുത്ത് ഭർത്താവിനെ ഇങ്ങനെ എന്താ പറയാ താലോലിച്ച് ഭർത്താവിന്റെ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ചെയ്തു കൊടുക്കും. അപ്പൊ ഭർത്താവിന് ഇഷ്ടം ആരെയാ? സുരുചിയാണ്. സുനീതി വീട്ടിൽ ഇങ്ങനെ അടങ്ങി ഒതുങ്ങി കഴിയുന്ന ഒരു പ്രകൃതമായിരുന്നു. അധികം ആരോടും അങ്ങനെ സംസാരിക്കില്ല, സ്വന്തം ധർമ്മം ചെയ്യും. അങ്ങനെയുള്ള ഒരാളായിരുന്നു സുനീതി. അങ്ങനെ ഈ സുനീതിയുടെ പുത്രനാണ് ധ്രുവൻ, സുരുചിയുടെ പുത്രനാണ് ഉത്തമൻ. ഒരു ദിവസം ഈ ഉത്താനപാദ മഹാരാജാവ് ഈ ഉത്തമൻ, അതായത് സുരുചിയുടെ പുത്രൻ, രാജാവിന്റെ മടിയിൽ കയറിയിരുന്ന് ഇങ്ങനെ കളിക്കാത്ത ആ സമയത്ത് ഈ കുഞ്ഞു ധ്രുവൻ അവിടെ എത്തിയിട്ട് അച്ഛന്റെ മടിയിൽ കയറിയിരുന്നു. ആ സമയത്ത് സുരുചി അവനെ ഇങ്ങനെ വലിച്ചു താഴേക്കിട്ടു. മടിയിൽ നിന്ന് വലിച്ചു താഴേക്കിട്ടിട്ട് പറഞ്ഞു, എടോ കുട്ടി, നിനക്ക് എങ്ങനെ ധൈര്യം വന്നു അച്ഛന്റെ മടിയിൽ ഇരിക്കാൻ? ഇത് എന്റെ മകൻ ഇരിക്കാനുള്ള സ്ഥലമാണ്. നീ ഭഗവാനോട് പ്രാർത്ഥിക്കുക, അടുത്ത ജന്മത്തിലെങ്കിലും എന്റെ വയറിൽ വന്ന് പിറക്കാനായിട്ട്, എന്നാ നിനക്ക് അച്ഛന്റെ മടിയിൽ ഇരിക്കാം. എന്നാലോചിച്ചു, 5 വയസ്സായ കുട്ടിയോടായി പറയുന്നത്. കുഞ്ഞല്ലേ, അവന്റെ മനസ്സൊന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. അപ്പോ അവനാകെ സങ്കടം വന്നിട്ട് എന്താ ആദ്യം ചെയ്യാം? അച്ഛന്റെ മുഖത്തേക്ക് നോക്കി. ഭഗവാന്റെ മായയിൽപ്പെട്ടിട്ട് ഭാര്യയ്ക്ക് അടിമപ്പെട്ടിരിക്കുക ഉത്താനപാദ മഹാരാജാവ്. ഒന്നും വേണ്ടിയില്ല. അപ്പൊ ഈ കുട്ടിക്ക് അച്ഛനോടൊരു അനാദരവാണ്. അച്ഛൻ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ മുഖം കാണിച്ചിട്ട് അനാദരവ് കാണിച്ചിട്ട് അടുത്തെന്താ ചെയ്യാ? ഓരോ അമ്മയുടെ അടുത്തേക്ക് പോയി. അപ്പോ സുനീതി കണ്ടു മകൻ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് വരിക. അപ്പോ മകനെ വാരി ഉണർന്ന് മടിയിലേക്ക് എടുത്ത് ചോദിച്ചു, എന്താ കാര്യം ചോദിച്ചപ്പോ മകൻ ഇത് പറഞ്ഞത് കേട്ടപ്പോ ആ മാതൃഹൃദയം വല്ലാതെ സങ്കടപ്പെട്ടു, പിന്നി പൊട്ടി. എന്നിട്ട് പറഞ്ഞു, മകനെ, മറ്റുള്ളവരെ ചെറിയമ്മ ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെയാണ് അമ്മ പറഞ്ഞത്. എനിക്ക് വല്ലാണ്ട് സങ്കടം വന്നു, അച്ഛന്റെ മടിയിൽ ഇരിക്കാൻ എന്നെ സമ്മതിച്ചില്ല. അപ്പൊ പറഞ്ഞു, മകനെ, മറ്റുള്ളവരെ ദുഷിക്കരുത്. മറ്റുള്ളവരെ ദുഷിച്ചാൽ അത് നമുക്ക് തന്നെ ദോഷമായിട്ട് വരും. അതുകൊണ്ട് ചെറിയമ്മ ഒരു കാര്യം നിങ്ങളോട് പറഞ്ഞു. എന്താ പറഞ്ഞത്? ഭഗവാനെ ധ്യാനിക്കൂ എന്ന് പറഞ്ഞില്ലേ? അപ്പൊ ഭഗവാന് മാത്രമേ നമ്മുടെ സങ്കടം തീർക്കാൻ പറ്റൂ. അപ്പോ നീ നിന്റെ സങ്കടം ഭഗവാനോട് പറയുന്നു. ആ കുഞ്ഞുകുട്ടിക്ക് ഒരു കാര്യം മാത്രം അറിയാം, എല്ലാവരും ഭഗവാനെ തപസ് ചെയ്ത് കാട്ടിൽ പോയിട്ടാന്ന് മാത്രമേ. അങ്ങനെ ധ്രുവൻ കാട്ടിലേക്ക് പുറപ്പെട്ട കുഞ്ഞുകുട്ടിയാണ്. ആലോചിച്ചു, ആ നടന്നു പോകുന്ന വഴിക്ക് നാരദ മഹർഷി എല്ലായിടത്തും എത്തുന്ന പോലെ
നാരദ മഹർഷി അവിടെ എത്തി. എന്നിട്ട് പറഞ്ഞു, മകനെ, അപമാനം എന്നൊക്കെ പറഞ്ഞ് കാട്ടിലേക്ക് വീട് വിട്ട് അച്ഛനോട് ദേഷ്യപ്പെട്ട് പോകേണ്ട സമയമൊന്നുമല്ല, പോകേണ്ട പ്രായമൊന്നുമല്ല നിനക്ക്. നീ തിരിച്ച് വീട്ടിലേക്ക് പോകും. കാട്ടിൽ പോയി തപസ്സനുഷ്ഠിക്കാൻ പറ്റുന്ന ഒരു പ്രായമൊന്നും അല്ല എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു, ഇല്ല, എന്റെ അമ്മ പറഞ്ഞിട്ടുണ്ട് ഭഗവാനോട് എന്റെ സങ്കടം പറയാൻ, ഞാൻ ഭഗവാനെ കണ്ടിട്ടേ ഉള്ളൂ. അപ്പോൾ ഈശ്വരന്റെ പ്രീതി നേടുക എന്ന് പറഞ്ഞത് ഭഗവാന്റെ പ്രീതി നേടാൻ മാത്രം എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. അപ്പൊ അതുകൊണ്ട് മകൻ വീട്ടിലേക്ക് പോകുക എന്ന് പറഞ്ഞപ്പോ ധ്രുവൻ ഒട്ടും സമ്മതിച്ചില്ല. അങ്ങനെ ധ്രുവന്റെ ആ ദൃഢനിശ്ചയത്തിന് മുമ്പിൽ മഹർഷി ധ്രുവനോട് പറഞ്ഞു, മധുവനം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, അവിടെ പോയിട്ട് ഭഗവാനെ ഭജിച്ചോളൂ, നിന്റെ സങ്കടങ്ങൾ ഭഗവാൻ തീർത്ത് ഭഗവാന് മാത്രമേ സാധിക്കുള്ളൂ. എന്നിട്ട് പറഞ്ഞു, ഓം നമോ ഭഗവതേ വാസുദേവായ, ഈ മന്ത്രം ജപിച്ചുകൊണ്ട് ഭഗവാനെ തപസ് ചെയ്യാൻ പറഞ്ഞു. ആ കുഞ്ഞുകുട്ടി കാട്ടിലേക്ക് പോയി ആ മധുവനത്തിലെത്തി ഒറ്റക്കാലിൽ നിന്നുകൊണ്ട് തപസ് ചെയ്തു. ഇത്ര നമ്മളൊക്കെ ചിന്തിച്ചു, ഒറ്റക്കാലിൽ നമുക്ക് 5 മിനിറ്റ് പോലും നിൽക്കാൻ പറ്റില്ല. മനസ്സ് അത്രമാത്രം ഏകാഗ്രയാൽ മാത്രമേ ആ നിരന്തരമായ ഒരു അഭ്യാസത്തിലൂടെ മാത്രമേ തള്ളവിരലില് ഒരൊറ്റ വിരലിൽ നമുക്ക് ഇങ്ങനെ നിൽക്കാൻ സാധിക്കുള്ളൂ. അങ്ങനെ നിന്ന് കഠിനമായിട്ടുള്ള തപസ് ആ കുഞ്ഞുകുട്ടി ചെയ്തു എന്നാണ്. അപ്പോ ദേവലോകത്തുള്ള ദേവന്മാർക്ക് ഉത്കണ്ഠയായി, കാരണം ഇങ്ങനൊരു കുട്ടി ഇങ്ങനെ തപസ് ചെയ്യാം. മഹാവിഷ്ണുവോട് പറഞ്ഞു, വേഗം ഭഗവാനെ എങ്ങനെ ഒരു കുട്ടി തപസ് ചെയ്യുന്നുണ്ട്. ഭഗവാനത് അറിയാം. അങ്ങനെ കഠിനമായിട്ട് തപസ് ചെയ്തപ്പോ മഹാവിഷ്ണുവോട് ദേവന്മാരൊക്കെ പറഞ്ഞു, ഇങ്ങനെ ആ കുട്ടി തപസ് ചെയ്യുന്നുണ്ട്. അപ്പോ ധ്രുവൻ ഇങ്ങനെ കണ്ണടച്ച് പ്രാർത്ഥിക്കുക, ഒരു സമാധി അവസ്ഥയിൽ തന്നെയാണ്. ഭഗവാൻ മനസ്സിൽ മുഴുവൻ ഭഗവാന്റെ രൂപം മാത്രമേ ഉള്ളൂ. അങ്ങനെ ധ്യാനിച്ചുകൊണ്ടിരുന്നപ്പോ ഭഗവാൻ ഗരുഡാരൂഢനായിട്ട് ശംഖ് ചക്ര ഗദാപത്മങ്ങളൊക്കെ കയ്യില്, 4 കൈയിലും ശംഖ് ചക്രൻ ഗദാപത്മത്തോടുകൂടെ ഗരുഡന്റെ പുറത്ത് ഗരുഡാരൂഢനായിട്ട് ആ കുട്ടിയുടെ മുമ്പിൽ വന്ന് പ്രത്യക്ഷപ്പെട്ടു നിന്നു. അപ്പോ കണ്ണടച്ച് ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ആ രൂപം മനസ്സിൽ നമ്മൾ പോയി ധ്രുവന്റെ. അപ്പൊ കണ്ണു തുറന്നപ്പോ മുമ്പിൽ ഭഗവാൻ നിൽക്കുന്നു ഗരുഡാരൂഢനായിട്ട് ശംഖ് ചക്ര ഗദയോടുകൂടെ മന്ദഹസിച്ചുകൊണ്ട് ഭഗവാൻ ഇങ്ങനെ ധ്രുവന്റെ മുമ്പിൽ നിൽക്കും. അപ്പോ മനസ്സിൽ കണ്ട അതേ രൂപം മുമ്പിൽ കണ്ടു. ഭഗവാനെ മുമ്പിൽ കണ്ടപ്പോ ഈ 5 വയസ്സായ കുട്ടിക്ക് ഒന്നും പറയാൻ പറ്റുന്നില്ല. എന്തൊക്കെയോ ചിന്തിച്ചുകൊണ്ടാ വന്നത്. കാരണം ചെറിയമ്മയോട് പകരം വീട്ടണം, രാജാവാവണം എന്നൊക്കെ പറഞ്ഞ് ഭഗവാൻ മുമ്പിലെത്തിയപ്പോ ഒന്നും പറയാൻ സാധിക്കുന്നില്ല. കണ്ണിൽ നിന്ന് ധാരധാരയായിട്ട് കണ്ണുനീര് പോയി. സാക്ഷാത്കാരം നമസ്കരിച്ചു, ഒന്നും മിണ്ടുന്നില്ല. അപ്പൊ ഭഗവാൻ എന്ത് ചെയ്തു എന്നറിയോ? ആ ശംഖ് കൊണ്ട് ധ്രുവന്റെ മുഖത്ത് ഇങ്ങനെ തലോടിയിട്ട് കപോലദേശേതരേണതധാതരേണെന്ന് എപ്പോഴൊരു പറയും. ആ കവിൾത്തടത്തില് ശംഖ് കൊണ്ട് ഇങ്ങനെ തലോടി. ആ ഭഗവാന്റെ തലോടല് നമ്മളെല്ലാവരും കൊതിക്കുണ്ടാവില്ലേ? ഇങ്ങനെ ഒരു തലോടല് ജീവിതത്തിൽ ഉണ്ടാവും. നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ ഭഗവാൻ നമ്മളെ തലോടിയിട്ടുള്ള സന്ദർഭങ്ങളുണ്ട്. നമ്മൾ പറയാറില്ലേ, ഇതൊരു മിറക്കിളായിരുന്നു, ഈ അപകടത്തിൽ നിന്ന് ഞാൻ അത്ഭുതമായിട്ട് രക്ഷപ്പെട്ടു, ഇതെനിക്ക് കിട്ടുന്ന ഞാൻ വിചാരിച്ചതേ അല്ല, എനിക്ക് കിട്ടിയെന്നൊക്കെ പറയില്ല. ഇവിടെയൊക്കെ ഭഗവാന്റെ കൈകൾ തന്നെ, അദൃശ്യമായിട്ടുള്ള കൈകൾ, അല്ലെങ്കിൽ ഭഗവാന്റെ രൂപത്തില് ആരെങ്കിലും നമ്മുടെ മുമ്പിൽ വന്ന് പ്രത്യക്ഷപ്പെടും തന്നെയാണ്. അത് നമ്മൾ മനസ്സിലാക്കാണ്ട് പോകും ഭഗവാന്റെ മഹാത്മ്യം തന്നെ. അപ്പോ ആ ധ്രുവൻ ശംഖ് കൊണ്ട് ഇങ്ങനെ ധ്രുവന്റെ കവിളിൽ ഇങ്ങനെ തലോടി കഴിഞ്ഞപ്പോ ധ്രുവന്റെ അകത്തിരിക്കുന്ന ശുദ്ധിസാരം ഉണർന്നു എന്നാണ്. എന്നിട്ട് വേദാർത്ഥ നിറവില് ഭഗവാനെ പ്രാർത്ഥിച്ചു. യോന്തഃ പ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യഖില ശക്തിധരസ്വധാംനാ അന്യാംശ ഹസ്തചരണ ശ്രവണത്വഗാദീൻ പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. യോന്തഃ പ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം, എന്റെ അകത്ത് ഉറങ്ങിക്കിടക്കുന്ന എന്റെ വാക്കുകളെ ആരാണോ ഉണർത്തിയത്,
എൻ്റെ കൈകളെ, എൻ്റെ കാലുകളെ, എൻ്റെ ചെവിയെ, എൻ്റെ ത്വക്കിനെ ആരാണോ പ്രവർത്തിപ്പിക്കുന്നത്, ആരാണോ എൻ്റെ ജീവനെ, എൻ്റെ പ്രാണനെ ജീവിപ്പിച്ചത്, അങ്ങനെയായിട്ടുള്ള ഭഗവാനായിക്കൊണ്ട് നമസ്കാരം എന്നാണ്. അതായത് ബ്രഹ്മജ്ഞാനം, അതായത് കണ്ണ് ഉണ്ടായിട്ട് കാര്യമില്ല, കണ്ണിന് കാഴ്ച വേണ്ടേ? ആ കാഴ്ച ആരാ തരുന്നത്? നമ്മുടെ അകത്തുള്ള ജീവനായിട്ട് പ്രകാശിക്കുന്നത്, നമ്മുടെ അകത്തുള്ള ആത്മാവ്, നമ്മളെ ജീവിപ്പിക്കുന്നത്, നമ്മളെ ചിന്തിപ്പിക്കുന്നത്, നമ്മളെ പ്രവർത്തിപ്പിക്കുന്നത് ഒക്കെ ഭഗവാൻ തന്നെയാണ്. ആ പ്രാണൻ, ആത്മാവ് നമ്മുടെ അടുത്തുനിന്ന് പോയി കഴിഞ്ഞാൽ പ്രാണൻ പോയി, പിന്നെ നമ്മൾ ജഡം മാത്രം. അപ്പോ ആ ധ്രുവന്റെ പ്രാർത്ഥന ഒന്ന് ആലോചിച്ചു. ആ കുഞ്ഞുകുട്ടി 5 വയസ്സായിരുന്ന ധ്രുവൻ അത് ചെയ്യാൻ പറ്റെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് സാധിക്കില്ല എന്നാണ് ചിന്തിക്കുന്നത്. അത്രയും. അപ്പോ ഈ ധ്രുവന്റെ ധ്രുവന്റെ സ്തുതി ഇങ്ങനെ കിടക്കുന്നുണ്ട് കുറെ, പക്ഷെ അതൊന്നും ഇപ്പൊ പറയാനുള്ള സമയം നമുക്കില്ല. ഇപ്പൊ ധ്രുവൻ ഭഗവാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു, ഭഗവാൻ മുഖത്ത് തലോടി ഈ ശ്ലോകം ഭഗവാനെ സ്തുതിച്ച് ഒന്നും ആവശ്യപ്പെട്ടില്ല, ഭഗവാനോടൊന്നും ആവശ്യപ്പെട്ടില്ല. ഭഗവാൻ പറഞ്ഞു, ആ കരുണാർദ്ര ചിത്തനാണ്, പ്രത്യേകിച്ച് കുഞ്ഞുകുട്ടിയല്ലേ, വളരെ കരുണാമയനാണ് ഭഗവാൻ. ധ്രുവനെ നോക്കി മന്ദഹരിച്ചുകൊണ്ട് പറഞ്ഞു, മകനെ നിനക്ക് എന്താ വേണ്ടത്? നിന്നിൽ ഞാൻ സംപ്രീതനായിരിക്കുന്നു, നിനക്ക് എന്താണ് വേണ്ടതെന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, എനിക്കൊന്നും വേണ്ട, എനിക്ക് ഇടമുറിയാത്ത ഭഗവത് ഭക്തിയാണ് വേണ്ടത്, എനിക്ക് വേറെ ഒന്നും വേണ്ട ഈ ജന്മത്തിൽ, എനിക്ക് അങ്ങയോടുള്ള ഭക്തി, ഇടമുറിയാത്ത ഭക്തി വേണമെന്ന് പറഞ്ഞു. അപ്പോ ഭഗവാൻ പറഞ്ഞു, നിനക്ക് രാജ്യം ഭരിക്കാം, ഉത്താനപാദ മഹാരാജാവ് രാജ്യഭരണം നിന്നെ ഏൽപ്പിക്കും. ഉത്തമൻ നായാട്ടിന് പോകുമ്പോ വന്യമൃഗത്താൽ ആക്രമിക്കപ്പെടും, സുരുചി ഉത്തമനെ അന്വേഷിച്ചു പോകുമ്പോ കാട്ടുതീയിൽപ്പെടും. നിനക്ക് എത്രയോ വർഷങ്ങളോളം ഈ രാജ്യഭരണം ഉണ്ടാവും. എന്നിട്ട് എന്നെ ചിന്തിച്ചുകൊണ്ട്, എന്നെ ആലോചിച്ചുകൊണ്ട് നീ ദേഹം വിഴും, അങ്ങനെ നിനക്ക് മോക്ഷപ്രാപ്തിയും കൂടെ കിട്ടുമെന്ന് പറഞ്ഞ ധ്രുവനെ അനുഗ്രഹിച്ചു. അങ്ങനെ ധ്രുവൻ കൊട്ടാരത്തിൽ തിരിച്ചെത്തി രാജാവായി. അപ്പോഴും ധ്രുവന്റെ മനസ്സിലൊരു സങ്കടം, കാരണം ഭഗവാൻ ഇങ്ങനെ മുമ്പിൽ വന്ന് നിന്നിട്ട് ഈ ലൗകിക സുഖങ്ങളാണല്ലോ ഞാൻ കൊണ്ടുപോകുന്നത്, എനിക്കിതൊന്നും വേണ്ട, ഭഗവാന്റെ ഭക്തി മാത്രം മതി, ഭഗവാനിൽ വിജയം പ്രാപിക്കണം, എനിക്ക് വേറെ ഒന്നും വേണ്ട, ഭഗവാന്റെ സാമീപ്യം. അങ്ങനെയല്ലല്ലോ ഞാൻ ചോദിച്ചത്, ഈ ലൗകിക സുഖങ്ങളാണല്ലോ ഭഗവാൻ എനിക്ക് തന്നത്, ഇതുകൊണ്ടാണല്ലോ ഞാൻ പോകുന്നത് എന്നൊക്കെ ധ്രുവൻ പറഞ്ഞു. അങ്ങനെ പക്ഷെ 36,000 വർഷം ധ്രുവൻ രാജ്യഭരണം ചെയ്തു എന്നാണ്. എന്നിട്ട് അവസാന സമയത്ത് ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ദേഹം ഉപേക്ഷിച്ചു. അപ്പോ ഭഗവാൻ വിമാനത്തിൽ വിഷ്ണുവാർഷകന്മാര് വന്നിട്ട് ധ്രുവനെ കൊണ്ടുപോയി എന്നാണ്. ആ കൊണ്ടുപോകുന്ന സമയത്താണ് ചിന്തിച്ചത്, എൻ്റെ അമ്മ, ഞാൻ ഇങ്ങനെ ഒരു അവസ്ഥയ്ക്ക് ആവാൻ കാരണം എൻ്റെ അമ്മയല്ലേ. അപ്പൊ പറഞ്ഞു, എന്താ വേണ്ടത്? ഭഗവാനോട് പറഞ്ഞു, ഇവരോട് പറഞ്ഞു, എൻ്റെ അമ്മയും കൂടെ കൊണ്ടുപോകണം. അപ്പൊ അവര് പറഞ്ഞു, ദേ മുമ്പിലത്തെ വിമാനത്തിൽ അമ്മ പോകുന്നുണ്ട്. അപ്പോ മകൻ കാരണം അമ്മയ്ക്കും കിട്ടിയ വിഷ്ണുപദം, ശ്രേഷ്ഠനായിട്ടുള്ള പുത്രനാണ്. അതുമാത്രല്ല, ധ്രുവപദം എന്ന് പറഞ്ഞ ഒരു ശ്രേഷ്ഠമായിട്ടുള്ള പദം നൽകി ധ്രുവനെ അനുഗ്രഹിച്ചു. ഇപ്പോഴും ഭക്തിയുടെ വിളനിലമായിട്ട്, ശ്രേഷ്ഠമായ ഭക്തിയുടെ വിളനിലമായിട്ട് ധ്രുവ നക്ഷത്രമായിട്ട് ഇപ്പോഴും ആകാശത്ത് വിളങ്ങുന്നു. ആ ധ്രുവപദത്തില് ആർക്കും എത്താൻ സാധിക്കില്ല. അത്രയും ശ്രേഷ്ഠമായിട്ടുള്ളൊരു പദവിയാണ് ധ്രുവന് കൊടുത്തത്. ആ കുഞ്ഞുകുട്ടിയുടെ ഭക്തി നമ്മൾ കണ്ടു മനസ്സിലാക്കേണ്ടത് തന്നെയാണ്. ഇതിന്നൊക്കെ നമ്മൾ എന്താ മനസ്സിലാക്കുക? ഭഗവാനെ ശരണം പ്രാപിച്ചാൽ നമുക്ക് വേറെ ആരെയും നമ്മൾ നോക്കണ്ട, ഒരു ദുഃഖം നമ്മൾ അലട്ടില്ല, ആരുടെ ചിന്തകളും നമ്മുടെ മനസ്സിലൂടെ പോവില്ല തന്നെയാണ്. ഭഗവാന്റെ കാൽക്കൽ നമസ്കരിക്കുക. ഉദ്ധവര് കൃഷ്ണന്റെ സന്തത സഹചാരിയാണ് ഉദ്ധവര്, അറിയാലോ. കൃഷ്ണനെ പോലെ തന്നെ വേഷം എടുക്കൂട്ടെ, മൈപ്പിലേക്ക് വെച്ചിങ്ങനെ നടക്കും. അതായത് ഉദ്ധവരന് ഓർമ്മ വെച്ച സമയം മുതല് കൃഷ്ണനെ ധ്യാനിക്കല പണി. കൃഷ്ണനെ നൈവേദ്യം അർപ്പിക്കും, കൃഷ്ണനെ കൂടെ നടക്കും. അവസാനം കൃഷ്ണന്റെ സന്തത സഹചാരിയായി, കൃഷ്ണന്റെ മന്ത്രിയായി. കൃഷ്ണൻ എല്ലാം ഉദ്ധവരോടാ പറയാ. എന്നിട്ട് വൃന്ദാവനത്തിലേക്ക് പറഞ്ഞു വിട്ടു ഉദ്ധവരെ. ഗോപികമാരുടെ ഭക്തി ഉദ്ധവരെ പറഞ്ഞു വിട്ടത് കൃഷ്ണന്റെ സൗഖ്യം, അതായത് കൃഷ്ണനെ കുറിച്ച് പറയാൻ വേണ്ടി, രാധയെ കുറിച്ച് അറിയാനായിട്ടൊക്കെ പറഞ്ഞു വിട്ടതാ ഉദ്ധവരെ. അപ്പൊ അവിടെ ഒരു സന്ധ്യ നേരത്താത്രേ വൃന്ദാവനത്തില് ഉദ്ധവരെത്തിയത്. അപ്പോ നന്ദഗോപരുടെ ഗൃഹത്തിന്റെ മുമ്പില് രഥം അവിടെ ഇട്ടിട്ടുണ്ട്. അപ്പൊ രഥത്തില് ഗോപികമാരൊക്കെ സന്ധ്യ എല്ലാവരും വീട്ടിലേക്ക് പോയി. അപ്പൊ നന്ദഗോപർ നോക്കിയപ്പോ ഉദ്ധവരാണ് വരുന്നത്, കൃഷ്ണന്റെ സന്തത സഹചാരിയ. വലിയ സന്തോഷമായി.
വിളിച്ചിരുത്തി തൈരും പാലും പഴങ്ങളൊക്കെ കൊടുത്തു. എന്നിട്ട് നിറകണ്ണുകളോട് ചോദിച്ചു, അവനെവിടെ? അവന് സുഖാണോ? കംസനെ നിഗ്രഹിക്കാനായിട്ട് പോയി, അവൻ ഞങ്ങളെയൊക്കെ മറന്നുല്ലോ, അവന് സുഖാണോ? അത് വലിയൊരു ചാപ്റ്ററാണ് ഭാഗവതത്തിൽ, വായിക്കണം. അപ്പൊ അവന് സുഖാണോ? അവൻ എന്തു പറയുന്നു? കൃഷ്ണൻ, ഞങ്ങളുടെ കൃഷ്ണൻ ഇല്ലാതെ ഈ വൃന്ദാവനത്തിൽ ഒന്നുമില്ല. എവിടെ നോക്കിയാലും കൃഷ്ണ, എവിടെ തിരിഞ്ഞാലും ഭഗവാൻ വരുമോ ഞങ്ങളുടെ അടുത്തേക്ക്? കൃഷ്ണനെ എനിക്കിനി കാണാൻ പറ്റുമോ? ഭഗവാൻ വരുമോ എന്നൊക്കെ നന്ദഗോപരോട് ചോദിക്കാം, ഉദ്ധവരോട് ചോദിക്കാം. അപ്പൊ ഉദ്ധവര് പറയും, നിങ്ങള് അപ്പൊ അശോദ മാറി നിന്ന് കരയുന്നുണ്ടായിരുന്നു. എന്നിട്ട് പറഞ്ഞു, നിങ്ങളെ പോലെ പുണ്യം ചെയ്തവര് വേറെ ആരാളുള്ളത്? സദാസമയവും ഭഗവാന്റെ ചിന്തയല്ലേ, ഭഗവാനെ മാത്രം. കൃഷ്ണൻ എവിടെ? കൃഷ്ണൻ വന്നില്ലല്ലോ. എവിടെ? വൃന്ദാവനത്തിൽ എവിടെ നടന്നാലും കൃഷ്ണന്റെ ഓർമ്മയാണ്. അപ്പൊ കൃഷ്ണനെ കുറിച്ച് ചിന്തിക്കും. നിങ്ങളല്ലാതെ നിങ്ങളിൽ പോലെ ഭാഗ്യവാന്മാര് വേറെ ആരാണുള്ളത് ഈ ലോകത്ത്? ഇത്രയും ഭഗവാന്റെ മകനായിട്ട് കിട്ടിയില്ലേ? കൃഷ്ണൻ വരും, കൃഷ്ണൻ എവിടെയും പോയിട്ടില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് രാവിലെ ആയപ്പോ ഈ ഗോപസ്ത്രീകളൊക്കെ എഴുന്നേറ്റ് രാവിലെ ഉമ്മർത്ത് കോലൊക്കെ ഇട്ടിട്ട് തൈര് കടയാൻ തുടങ്ങി, വെണ്ണ കൃഷ്ണന് കൊടുക്കാൻ. അവർക്കും ചിന്ത ഇത് മാത്രമേ ഉള്ളൂ, ഊണിലും ഉറക്കത്തിലൊക്കെ കൃഷ്ണന്റെ ചിന്തയാണ്. ഭഗവാൻ എവിടെ? ഭഗവാൻ എവിടെ? കൃഷ്ണൻ വരുമോ? കൃഷ്ണൻ പോയില്ലേ എന്നുള്ള ചിന്ത തന്നെയാണ്. അപ്പൊ അങ്ങനെ ഒരു ഗോപസ്ത്രീ വെള്ളം എടുക്കാൻ പോയപ്പോ ഈ തേര് കണ്ടപ്പോ ആദ്യം ഭഗവാനെ മധുരയിലേക്ക് കൊണ്ടുപോകാനായിട്ട് ഒരു അക്രൂരൻ വന്നു. അതുപോലൊരു തേരാ, ഇനി അടുത്തത് ആരാണാവോ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞ് ഓടി അകത്തേക്ക് ചെന്നപ്പോ ഉദ്ധവരാ, കൃഷ്ണനെ പോലെ വേഷം കെട്ടിയിട്ടുണ്ട്. അപ്പൊ ചോദിച്ചു, കൃഷ്ണന്റെ കൂട്ടുകാരനാണ്, സന്തത സഹചാരിയാണ്, മന്ത്രിയാണെന്നൊക്കെ പറഞ്ഞപ്പോ, എവിടെ കൃഷ്ണൻ? ഞങ്ങളെയൊക്കെ ഈ ഗതിയിലാക്കിയിട്ട്, അതായത് ഊണിലും ഉറക്കത്തിലും ഭഗവാൻ മാത്രമേ ഉള്ളൂ. പൂവ് വണ്ട് ഇങ്ങനെ ഓരോ പൂവിൽ നിന്ന് തേനെടുത്ത് മറ്റേ പൂവിലേക്ക് പോവും, അങ്ങനെ പോണ പോലെ അവൻ ഞങ്ങളെ ഉപേക്ഷിച്ച് പോയില്ലേ? നിങ്ങളുടെ വഴിക്ക് ഞങ്ങളെ ആക്കണമായിരുന്നു. കൃഷ്ണൻ എവിടെ? കൃഷ്ണൻ വരുമോ? ഒരുപാട് ആവലാതി പറഞ്ഞു അത്രേ. ആ സമയത്ത് ഒരു കറുത്ത വണ്ട് അവിടെ വന്നു. ആ വണ്ടിനെ കണ്ടപ്പോ വണ്ടിനോട് കുറെ ചീത്ത പറഞ്ഞു. അവന്റെ കളറല്ലേ നിനക്കും? നിന്റെ പണി തന്നെയല്ലേ ഓരോ പൂക്കളിൽ ഇങ്ങനെ തേൻ നുകർന്നിട്ട് അടുത്ത പൂക്കളിലേക്ക് പോവും, എന്നിട്ട് ഈ പൂവിനെ മറന്നു പോവും, അതന്നെയല്ലേ കൃഷ്ണൻ ചെയ്തത് എന്ന് പറഞ്ഞിട്ട് ഭ്രമരഗീതം എന്ന് പറഞ്ഞിട്ട് ഭാഗവതത്തില് വലിയൊരു അധ്യായമുണ്ട്, ഒരു രംഗമുണ്ട്. അപ്പൊ അങ്ങനെ സദാ കൃഷ്ണനെ, അപ്പോ ഈ ഗോപികമാരുടെ ഭക്തി കണ്ടിട്ട് നന്ദഗോപരുടെയും യശോദയുടെയും ഗോപികന്മാരുടെ ഒക്കെ ഭക്തി കണ്ടിട്ട് ഉദ്ധവർക്ക് ഒന്നും പറയാനുണ്ടായിരുന്നില്ല. ഉദ്ധവർ ആദ്യം വിചാരിച്ചെന്താ, ഈ ഗോപസ്ത്രീകള് ഇങ്ങനെ കൃഷ്ണന്റെ പുറകെ ഇങ്ങനെ നടക്കും, അവർക്ക് വേറെ എന്റെ പോലെ ഭക്തി അവർക്കുണ്ടോ എന്നാണ് ചിന്ത. പക്ഷെ അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായത്, ഊണിലും ഉറക്കത്തിലും ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും ഒക്കെ ഭഗവാൻ തന്നെ, കൃഷ്ണൻ 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 ഒരു ചിന്ത മാത്രമേ ഉള്ളൂ. അങ്ങനെ ഗോപികാഭ്യാ ഗോപികാഭ്യോ നമോസ്തു എന്ന് പറയുന്നുണ്ട് ഉദ്ധവർ. എന്നിട്ട് ആ ഗോപസ്ത്രീകളുടെ കാൽക്കൽ വീഴാൻ സാധിക്കില്ല. അതുകൊണ്ട് ആ വൃന്ദാവനത്തിലെ മണൽത്തരികളിൽ കിടന്ന് അവരുടെ പാദം സ്പർശിച്ച ആ മണൽത്തരികളിലൂടെ ഉരുണ്ടൂത്രേ, എന്നിട്ട് നമസ്കരിച്ചു. എന്നിട്ട് ഗോപികാഭ്യോ നമോസ്തു. അപ്പൊ ഗോപികമാരുടെ ഭക്തി എന്ന് പറഞ്ഞാൽ എന്താ? ആത്മനിവേദനം തന്നെയാണ്. പ്രഹ്ലാദൻ അച്ഛനോട്, ഹിരണ്യകശിപുവിനോട് പറയുന്നുണ്ട്, എന്താണ്, അതായത് കുഞ്ഞില് ഭഗവാന്റെ മഹാത്മ്യം അറിഞ്ഞുകൊണ്ടാ ജനിച്ചതല്ലേ പ്രഹ്ലാദൻ? ഭഗവാൻ അറിഞ്ഞുകൊണ്ടാ ജനിച്ചത്. ജനിച്ചപ്പോ മുതൽ എന്താ? നാരായണായ നമ നാരായണായ നമ എന്നാ പറയാ. ഹിരണ്യകശിപു ആണെങ്കിൽ ഹിരണ്യായ നമ എന്ന് ഈ കുട്ടി ഒരിക്കലും അത് പറയില്ല. അപ്പോ മകനെ കുലഹതഹ എന്ന് വരെ വിളിച്ചു, അതായത് കുലത്തെ നശിപ്പിക്കുന്നവൻ. എന്തുകൊണ്ടാ? നാരായണ നാമം ചൊല്ലുന്നുകൊണ്ട്. കാരണം വിഷ്ണു ഹിരണ്യകശിപുവിന്റെ ശത്രുവാണ്, വിഷ്ണുവിനെ വധിക്കുന്ന പറഞ്ഞിരിക്കുന്നത്. അപ്പോ അങ്ങനെ ഒരു ദുഷ്ടനായ അച്ഛന്റെ മകനായിട്ടാണ് പ്രഹ്ലാദൻ ജനിച്ചത്. പക്ഷേ ജനിച്ചപ്പം മുതൽ ഭഗവാന്റെ ചിന്തയാ. അതായത് ആ കുഞ്ഞു പ്രായത്തിൽ കളിക്കോപ്പുകളൊക്കെ എടുത്ത് ഇങ്ങനെ വലിച്ചെറിഞ്ഞു അത്രേ. എന്നിട്ട് ഒന്നും വേണ്ട, ഭഗവാനെ ധ്യാനിച്ച് ഇങ്ങനെ ഇരിക്കും. എന്നിട്ട് ഭഗവാന്റെ ലീലകള്, ഭഗവാന്റെ രൂപം മനസ്സിലിങ്ങനെ വരും. അത് കഴിഞ്ഞിട്ട് ഭഗവാനായി തന്നെ അഭിനയിക്കൂട്ടെ. ആ ഭഗവാന്റെ തന്മയീഭാവം വന്നിട്ട് ഭഗവാനായിട്ട് അഭിനയിക്കും. എന്നിട്ട് ആനന്ദ നൃത്തമാടും. ചിലപ്പോ ആർത്തുല്ലസിക്കും കൃഷ്ണ എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു കുട്ടിയാണ്. അപ്പോ ഇവനെ മര്യാദ പഠിപ്പിക്കാനായിട്ട് ഹിരണ്യകശിപു ശുക്രാചാര്യരുടെ മക്കളുടെ അടുത്തേക്ക് വിട്ടു. എന്താ? കൃഷ്ണനെ ധ്യാനിക്കരുത്, നാരായണായ നമ എന്ന് പറയരുത്, കുലഹതനാണ്, അതിന്റെ കുലത്തെ നശിപ്പിക്കുന്നവനാണ്. അപ്പൊ അതുകൊണ്ട് അവനെ നേർവഴിക്ക് നയിക്കണം, നാരായണായ നമ എന്ന് പറയരുത്, ഹിരണ്യായ നമ എന്ന് പറയണം എന്ന് പറഞ്ഞിട്ട് ശുക്രാചാര്യരുടെ മക്കളുടെ അടുത്തേക്ക് അയച്ചു. അവരെ കൊണ്ടൊന്നും സാധിച്ചില്ല. അവിടെ ചെന്നപ്പോ കൂട്ടുകാരും കൂടെ
പ്രഹ്ലാദൻ വഴിതെറ്റിച്ചു എന്നാണ് പറഞ്ഞത്. കാരണം ഭഗവാന്റെ ഭക്തി ഇങ്ങനെ പറഞ്ഞു കൊടുത്തു അവർക്കൊക്കെ. എന്നിട്ട് തിരിച്ച് വീട്ടിലേക്ക് വന്നപ്പോ ഹിരണ്യകശിപു മകനെ അടുത്ത് വിളിച്ചെടുത്ത് ചോദിച്ചു, മകനെ നീ എന്താ പഠിച്ചത്? നീ മനസ്സിലായോ നിനക്ക് വിഷ്ണു ശത്രുവാണെന്ന്? നീ എന്താ പഠിച്ചതെന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, അച്ഛാ, ശ്രവണം കീർത്തനം വിഷ്ണു, സ്മരണം പാദസേവനം, അർച്ചനം വന്ദനം ദാസ്യം, സഖ്യം ആത്മനിവേദനം. ഇതാണ് ഞാൻ പഠിച്ചത്. അച്ഛനും തന്നെ പഠിക്കേണ്ടത്. കാരണം ഭഗവാൻ ചുറ്റുമുണ്ട്. ഈ അധികാരത്തിലൊന്നും ഒരു അർത്ഥവുമില്ല. നാരായണായ നമാന്ന് ജപിക്കൂ. ഭഗവാനിലാണ് മോക്ഷത്തിലേക്കാണ് നമ്മൾ പോകേണ്ടത്. ഭഗവാനാണ് നമ്മളെ സൃഷ്ടിച്ചത്. അച്ഛനെയും ഭരിക്കുന്നത് ഭഗവാൻ തന്നെയാണ്. നാരായണനാണെന്ന് പറഞ്ഞപ്പോ പിന്നെ വല്ലതും കേൾക്കാണ്ടോ? ഹിരണ്യകശിപുവിന്റെ ദേഷ്യം എന്താണ്? ശ്രവണം കീർത്തനം, ആദ്യം ശ്രവണം. അതാണ് ശ്രവണത്തിനുള്ള പ്രാധാന്യം. ഇതുപോലെ സത്സംഗങ്ങൾ കേൾക്കുക. സത്സംഗങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? ഒരേപോലെ മനസ്സുള്ള, ക്രോധമില്ലാത്ത, ഭഗവാന്റെ നാമങ്ങള് സങ്കീർത്തനങ്ങൾ ചൊല്ലുന്ന ഒരു കൂട്ടം ആൾക്കാരുടെ ഒരു കൂട്ടായ്മ, സംഘം, സത്സംഗം. ആ സത്സംഗം മാത്രമേ നമ്മളെ മോക്ഷത്തിലേക്ക് നയിക്കുള്ളൂ. നിരന്തരമായിട്ട് സത്സംഗങ്ങൾ തന്നെ കേൾക്കണം. അല്ലാതെ അതന്നെ മാർഗുള്ളൂ. അതന്നെ പ്രഹ്ലാദൻ പറഞ്ഞത്, ശ്രവണം കീർത്തനം വിഷ്ണു, സ്മരണം പാദസേവനം, അർച്ചനം വന്ദനം ദാസ്യം, സഖ്യം ആത്മനിവേദനം. ആ ആത്മനിവേദനമാണ് ഗോപികമാർക്കുള്ളത്. ഭഗവാൻ തന്നെയാണ്, ഭഗവാൻ കൃഷ്ണൻ. ഞങ്ങള് അവരുടെ ആത്മാവിൽ തന്നെ കൃഷ്ണൻ, ആത്മാവ് തന്നെ കൃഷ്ണൻ. പിന്നെ അവർക്ക് ഏറ്റവും മിത്രമായിട്ട് കിട്ടിയത് ആരെയാ? ഈ പരബ്രഹ്മത്തിനല്ലേ. ഭഗവാൻ അതിന്റെ മിത്രമാണ്. ഈ പരം എന്താ വേണ്ടത്? ഭഗവാനും അതുപോലെ തന്നെ. ഇപ്പൊ ഗോപികമാരെ ആ ഭക്തി മനസ്സിലിങ്ങനെ വളർത്തി വളർത്തി സദാസമയം ഭഗവാന്റെ ചിന്തയിലേക്ക് എത്തിച്ചിട്ട് ഭഗവാൻ അവരെ മോക്ഷത്തിലേക്ക് നയിക്കുക തന്നെയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഉദ്ധവർ പറഞ്ഞത് ഗോപികാഭ്യോ നമോസ്തു. ഗോപികമാരുടെ ഭക്തിയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അങ്ങനെ ഈ ഉദ്ധവര് കൃഷ്ണൻ അവതാരോദ്ദേശം കഴിഞ്ഞിട്ട് മടങ്ങിപ്പോവാ. സ്വധാമഗമനം, ഭഗവാൻ പോവാൻ അവതാരം കഴിഞ്ഞാൽ പോണം അല്ലെ. അപ്പോൾ യാദവന്മാരോടൊക്കെ പറഞ്ഞു, നമുക്ക് പോവാനുള്ള സമയമായി, നിങ്ങൾ എല്ലാവരും പ്രഭാസത്തിലേക്ക് പോകണം. അവിടെ ചെന്ന് പിതൃതർപ്പണമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്ത യാദവകുലം നശിക്കും, അടിച്ചും ഇടിച്ചൊക്കെ നശിക്കും. അതുകൊണ്ട് അവിടെ ചെന്ന് പിതൃതർപ്പണം ചെയ്യണം, അന്നദാനമൊക്കെ ചെയ്ത് നമുക്കവിടെ പോണം എന്ന് പറഞ്ഞപ്പോ ഭഗവാന്റെ ഒരുക്കങ്ങളൊക്കെ കണ്ടപ്പോ ഉദ്ധവരെ ബുദ്ധിസപ്തമെന്നാ വിളിക്കാത്രേ. നല്ല ബുദ്ധിയുള്ള ആളാ. ഉദ്ധവര് ഭഗവാനോട് ചെന്ന് പറഞ്ഞു, കാൽക്കല് വീണു, കൃഷ്ണ എന്നെ ഇട്ടിട്ട് പോകരുത്. കാരണം ഞാൻ ജനിച്ചപ്പോ മുതൽ അങ്ങേ തന്നെ ധ്യാനിക്കുക, അങ്ങ് മാത്രമേ ഉള്ളൂ എനിക്കൊരു രക്ഷ. അതുകൊണ്ട് എവിടെ പോവാണെങ്കിലും എന്നെയും കൂടെ കൊണ്ടുപോകണം. എന്നെ ഇട്ടിട്ട് അങ്ങ് പോവരുത് ഭഗവാനെ, അങ്ങ് പോകുന്നത് എനിക്ക് സങ്കല്പിക്കാൻ പോലും സാധിക്കില്ല എന്ന് പറഞ്ഞിട്ട് കരയാം. അപ്പോ ഭഗവാന്റെ ആ സ്ഥിരമായിട്ടൊരു പുഞ്ചിരി ഉണ്ടല്ലോ, ചിരിച്ചു ഉദ്ധവരെ നോക്കിയിട്ട്. എന്നിട്ട് പറഞ്ഞു, ബുദ്ധി കൂടുതലുള്ള ആൾക്കാരും അഗാധമായിട്ടുള്ള ഭക്തിയിൽ പെട്ടുപോയിട്ട് ജ്ഞാനം എന്താണെന്ന് അറിയാതെ അന്ധന്മാരായിട്ട് തീരും ഉദ്ധവര്. അങ്ങ് അതുപോലെ എപ്പോൾ സംസാരിക്കുന്നു? കാരണം ഞാൻ എവിടെ പോവാനോ? പക്ഷെ എന്റെ അവതാരോദ്ദേശം കഴിഞ്ഞ് പോവല്ലേ. പക്ഷെ ഞാൻ എന്നിട്ട് ഉദ്ധവരിങ്ങനെ കെട്ടിപ്പിടിച്ചു. അപ്പോ 4 കൈകളായിരുന്നു ഭഗവാൻ എന്നാ പറയുന്നത്. അത് അത്രയും ഗാഠമായിട്ട് പുലർത്തും, അത്ര സ്നേഹിതനാണ്. എന്നിട്ട് പറഞ്ഞു ഉദ്ധവരെ മമതാബോധം വെടിയൂ. മമതാബോധം വെടിഞ്ഞിട്ട് ഈ ലോകത്ത് സർവചരാചരങ്ങളിലും എന്നെ ദർശിച്ചിട്ട് ദേശാടനം ചെയ്യൂ ഉദ്ധവരെ. അപ്പോ അങ്ങക്ക് മനസ്സിലാവും എന്റെ ചൈതന്യം ഞാൻ എവിടെയും പോയിട്ടില്ല, എന്താണെന്ന് ഈ ചൈതന്യം എന്ന് അങ്ങക്ക് മനസ്സിലാവും. എന്നിട്ട് ബദരിയിലേക്ക് പൊക്കോളാൻ പറഞ്ഞു. എന്നിട്ട് ഉദ്ധവോപദേശം ജോസഫ് ടീച്ചറോട് പറയുന്നുണ്ട്. ഉദ്ധവോപദേശം വലിയൊരു നീണ്ട ഒരു അധ്യായം തന്നെയാണ്. അപ്പോൾ ഭഗവാൻ അർജുനന് കൊടുത്ത പോലെ ഉപദേശം പോലെ തന്നെ ഉദ്ധവോപദേശം, അത് ചുരുക്കി ഞാൻ പറഞ്ഞു. അപ്പം മമതാബോധം കൈവെടിഞ്ഞിട്ട് പൊക്കോളാനാ പറഞ്ഞത്. എന്നിട്ട് ബദരിലേക്ക് പോകാൻ പറഞ്ഞു. ഇതന്നെ മേൽപ്പത്തൂര് പറയുന്നുണ്ട്, ബന്ധുസ്നേഹം വിജഹ്യാം തവഹി കരുണയാ എന്ന് പറയുന്നത്. ബന്ധുക്കളുടെ ഒക്കെ സ്നേഹം ത്യജിച്ചിട്ട്, അതായത് എന്റെ മമതാബോധം ഇല്ലാതാക്കിയിട്ട്, അതെപ്പോഴേ സാധിക്കുള്ളൂ? തവഹി കരുണയാ, അങ്ങയുടെ കരുണ ഉണ്ടെങ്കിൽ അത് സാധിക്കുള്ളൂ. അങ്ങനെ ആ ബന്ധുസ്നേഹത്തെ ഇല്ലാതാക്കിയിട്ട് എന്റെ ആത്മാവിനെ അങ്ങയിൽ ഉറപ്പിച്ചിട്ട് ഞാൻ സഞ്ചരിച്ചോളാം ഭഗവാനെ എന്നാണ് മേൽപ്പത്തൂര് പറയുന്നത്. എനിക്ക് വേറെ ഒന്നും വേണ്ട.
ഈ മമതാബോധം, കുന്തിദേവി അതന്നെയല്ലേ ചോദിച്ചത്, യദുക്കളോടും ബന്ധുക്കളോടും എന്റെ സ്നേഹത്തെ, ആ മമതാബോധമാണ് നമ്മൾ കളയേണ്ടത്. നമ്മൾ നമ്മുടെ കർമ്മം ചെയ്യണം. പക്ഷേ ഇത് എന്റെ മകനാണ്, ഇവൻ എന്നെ ഇങ്ങനെ നോക്കണം, ഇവൻ ഇങ്ങനെ നടക്കണം, അല്ലെങ്കിൽ ഇത് എന്റെ സുഹൃത്താണ്, ഇങ്ങനെയൊന്നും പറഞ്ഞ് നമ്മൾ അത് ചിന്തിച്ചാൽ അത് നമുക്ക് ദുഃഖം ഉണ്ടാക്കും. നമ്മുടെ കർമ്മം നമ്മൾ ചെയ്യുക എന്ന് മാത്രമേ അവിടെ വരുന്നുള്ളൂ. അപ്പോ മമതാബോധം വെടിഞ്ഞ് സർവചരാചരങ്ങളിലും എന്നെ ദർശിച്ച് ഈ ലോകത്ത് ചുറ്റി സഞ്ചരിക്കൂ ഉദ്ധവരെ എന്നാണ് ഭഗവാൻ പറഞ്ഞു. അവസാനം ഉദ്ധവർ പറഞ്ഞു, ഉദ്ധവരിന് മനസ്സിലായി, ആത്മജ്ഞാനം ഉപദേശിച്ചു കൊടുത്തു, എല്ലാ ഉപദേശങ്ങളും കൊടുത്തു, എല്ലാം മനസ്സിലായി. അവസാനം എന്നിട്ടും ആ മനസ്സിൽ എന്താ പറയാ, കൃഷ്ണനോട് ഇഷ്ടങ്ങൾ കുറയുന്നില്ല. എന്നിട്ട് ഭഗവാനെ ഒരു പ്രാവശ്യം പ്രദക്ഷിണം വെച്ചു, എന്നിട്ട് നമസ്കരിച്ചു. വീണ്ടും എഴുന്നേറ്റു, വീണ്ടും പ്രദക്ഷിണം വെച്ചു, വീണ്ടും നമസ്കരിച്ചു, പിന്നെ എഴുന്നേറ്റു, പിന്നെ പ്രദക്ഷിണം വെച്ചു. ഇങ്ങനെ ഒരു കുറേ പ്രാവശ്യം ഭഗവാൻ ഇങ്ങനെ പ്രദക്ഷിണം വയ്ക്കാം. എന്നിട്ട് പറഞ്ഞു, നമോസ്തുതേ മഹായോഗിൻ പ്രപന്ന മനുഷാഭിമാം യഥാത്വച്ചരണാം ഭോജേരസ്യാദനുപാലി. നമോസ്തുതേ മഹായോഗിൻ, ഭഗവാനെ അങ്ങയ്ക്ക് നമസ്കാരം. എല്ലാ ജന്മങ്ങളിലും എപ്പോഴും അങ്ങയുടെ കാലുകളിലുള്ള രതി, ആ ഭക്തി എന്നിൽ ഉണ്ടാവണമേ, വർദ്ധിച്ചു വരണമേ എന്നാണ് പറഞ്ഞത്. അങ്ങയുടെ കാലുകളിലുള്ള രതി എനിക്ക് വർദ്ധിച്ചു വരണം എന്ന് പറഞ്ഞിട്ട് തിരിഞ്ഞു നോക്കാതെ ബദറിയിലേക്ക് പോയി, ബദറി ആശ്രമത്തിൽ. എന്നിട്ട് അവിടെ പോയി ഭഗവാനെ ഭജിച്ചുകൊണ്ടിരുന്നപ്പോ ഭഗവാൻ പ്രത്യക്ഷ ഉള്ള സ്ഥലമാണെന്നാ പറഞ്ഞിരിക്കണത് ബദരി. എന്റെ പ്രത്യക്ഷ സാന്നിധ്യം ഉണ്ട് ബദരിയിൽ എന്ന്. അപ്പൊ അവിടെ ആരൊക്കെ ഉണ്ട്? ഉദ്ധവരുണ്ട്, മഹാബലി ഉണ്ട്, പ്രഹ്ലാദനുണ്ട്, ഇവരൊക്കെ അങ്ങനെ വർണ്ണിച്ചേക്കുന്നത്. അസുരന്മാരില് എല്ലാവരും ചീത്തയല്ല. ഭക്തിയുള്ള അസുരന്മാർക്ക്, ഉത്തമ ഭക്തന്മാർക്ക് ഉദാഹരണമാണ് പ്രഹ്ലാദൻ, മഹാബലി. പിന്നെ അടുത്തത് വൃത്രാസുരൻ. വൃത്രാസുരനെ കുറിച്ച് നമ്മളിപ്പോ പറഞ്ഞു. അങ്ങനെ ഉദ്ധവര് ബദരിയിലേക്ക് പോയി ഭഗവാന്റെ ഉപദേശങ്ങളൊക്കെ മനസ്സാ കൈവരിച്ചിട്ട് ഭഗവാനെ നമസ്കരിച്ചിട്ട് ഉദ്ധവര് തിരിഞ്ഞു നോക്കാണ്ട് ബദരിയിലേക്ക് പോയി. നമോസ്തുതേ മഹായോഗി പറഞ്ഞിട്ട് അങ്ങനെ അതാണ് ഉദ്ധവോപദേശം. വലിയൊരു ദീർഘമായിട്ടുള്ള ഒരു അധ്യായമാണ്. ഒരുപാട് അർജുനന് ഉപദേശം കൊടുത്ത പോലെ തന്നെ അർജുനൻ എന്തായിരുന്നു അവസ്ഥ? അർജുന വിഷാദയോഗത്തില് ഗാണ്ഡീവം സംസ്കൃതേ ഹസ്താദം, ഗാണ്ഡീവം ഇങ്ങനെ വിറച്ചിട്ട് കയ്യിൽ നിന്ന് താഴോട്ട് പോവാ. ഈ ബന്ധുജനങ്ങളെയൊക്കെ കണ്ടപ്പോ എന്താണ് തന്റെ കർമ്മം? ഇവരെ ഒന്നും വധിച്ചിട്ട് എനിക്ക് രാജ്യം വേണ്ട, എനിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് ആശങ്കയിൽ നമ്മളെ പോലെ ഒരു സാധാരണ മനുഷ്യനെ പോലെ നിന്ന അർജുനനെ ഭഗവാൻ ഉപദേശിച്ചു. എന്താ പറഞ്ഞ? മൈ സർവാണി കർമാണി സന്യസ്യ അധ്യാത്മചേതസ നിരാശേ നിർമ്മമോ ഭൂത്വ യുദ്ധസ്യ വിഗതജ്വരഃ എന്നവ. അതായത് എല്ലാ കർമ്മങ്ങളും എന്നിൽ അർപ്പിച്ചിട്ട് യുദ്ധം ചെയ്യൂ. നിരാശയിൽ നിർമ്മമോ ഭൂത്വ, ഒരു ആശയമില്ലാതെ, ആരോടും ഒരു മമതയില്ലാതെ, ഒരു ആശങ്ക ജയമോ തോൽവിയോ എന്ന് ചിന്തിക്കാതെ, ദുഃഖമില്ലാതെ യുദ്ധം ചെയ്യൂ അർജുന. അർജുനോട് മാത്രമല്ല പറഞ്ഞു, നമ്മളോടും പറഞ്ഞു. നമ്മളും അങ്ങനെ തന്നെ എല്ലാ കർമ്മങ്ങളും ഭഗവത് അർപ്പണമായിട്ട് ചെയ്യാനായിട്ട് ശീലിക്കാനാണ്. യത് കരോഷി യദശ്നാസി യത് ജുഹോഷി ദദാസി യത് തപസ്യസി കൗന്ദേയ തത് കുരുഷ്വമതർപ്പണം എന്നാണ് ഭഗവത്ഗീത. യത് കരോഷി, നീ എന്ത് ചെയ്യുന്നുവോ, യദശ്നാസി, നീ എന്ത് ഭക്ഷിക്കണോ, യത് കരോഷി യദശ്നാസി യസ് ദദാസി, എന്ത് നീ ദാനം ചെയ്യുന്നുവോ, എന്ത് ഹോമിക്കുന്നുവോ, എന്ത് ചെയ്താലും കുരുഷ്വമതർപ്പണം, എന്നിൽ അർപ്പിച്ചിട്ട് ചെയ്യൂ അർജുന. അത് നമ്മളോടുകൂടെ പറയുന്നതാ, ഭഗവാൻ നമ്മളോടുകൂടെ പറഞ്ഞു. അതാണ്. അപ്പോ എല്ലാ കർമ്മങ്ങളും ഭഗവത് അർപ്പണമായിട്ട് ചെയ്യാനാണ് നമ്മൾ ഇന്നു മുതൽ ഒന്ന് ശീലിച്ചു നോക്കും. എന്ത് ചെയ്യുമ്പോഴും അത് ഭഗവാനിൽ അർപ്പിച്ചിട്ട് ചെയ്യുക. അപ്പൊ നമുക്ക് അവിടെ പ്രതീക്ഷകളൊന്നുമില്ല. കർമ്മം ചെയ്യണം. ഭാര്യയായാൽ ഭർത്താവിനോടും മക്കളോടും, അമ്മയ്ക്ക് അച്ഛനും മക്കളോടൊക്കെ കർമ്മത്തിനുണ്ട്, അതൊക്കെ ചെയ്യണം. അത് ചെയ്യാതെ നമുക്ക് എവിടെയും രക്ഷപ്പെടാൻ പറ്റില്ല. കാമ്യാനാം കർമ്മണാം ന്യാസം സന്യാസം എന്നാണ്. കാമ്യമായിട്ടുള്ള കർമ്മങ്ങളെ ഉപേക്ഷിക്കുക, അതായത് ആഗ്രഹം മനസ്സിൽ വെച്ച് പുലർത്തിയിട്ടുള്ള കർമ്മങ്ങളെ ഉപേക്ഷിക്കുക. അതാണ് സന്യാസം. സന്യസിക്കാനായിട്ട് കാട്ടിലും കാവ്യ വസ്ത്രമൊന്നും വേണ്ട, വീട്ടിലിരുന്നു കൊണ്ട് സന്യസിക്കാം. എന്താ? കാമ്യാന കർമ്മണം. പ്രതീക്ഷ വെച്ചുകൊണ്ട് ഒരു കാര്യം നമ്മൾ ചെയ്യരുത്. മക്കളെ വളർത്തി മക്കളെ എനിക്ക് ചെയ്യണം എന്ന് ചിന്ത പാടില്ല. നമുക്ക് മാത്രമല്ല അങ്ങനെയുള്ളൂ. മൃഗങ്ങളൊക്കെ കണ്ടിട്ടില്ലേ? പക്ഷി മൃഗാദികള്, അവർക്കും ഉണ്ട് ബുദ്ധി.
അല്ലേ? പക്ഷിയായാലും പൂച്ചയായാലൊക്കെ എന്താ, കുഞ്ഞിനെ വളർത്തിക്കഴിഞ്ഞാൽ ഒരു 3-4 ദിവസം സംരക്ഷിക്കും. അവരൊന്ന് ഭക്ഷണം കഴിക്കാൻ തുടങ്ങുന്നവരെ സംരക്ഷിക്കുള്ളൂ, പിന്നെ അവർ ഉപേക്ഷിക്കും. പക്ഷെ നമ്മളങ്ങനെയല്ല, വളർത്തിക്കൊണ്ടുവരും. പിന്നെ അവരത് ചെയ്തില്ല, ഇവരിത് ചെയ്തില്ല, ഇവൻ എൻ്റെ മകനാണ്, ഇവൻ എന്നെ പോലെ ആവണം. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള കർമ്മവാസനയുണ്ട്. ആ വാസനയ്ക്കനുസരിച്ച് വരുള്ളൂ. ഹിരണ്യകശിപുവിന് ഉണ്ടായതാരാ? പ്രഹ്ലാദനല്ലേ. ഇതിൽ കൂടുതൽ ഉദാഹരണം നമുക്ക് വേണോ? ഭഗവാൻ സദാസമയം ഭഗവാന്റെ ചിന്തകളിലൂടെ ജീവിക്കുന്ന, ഭഗവാൻ മാത്രമേ ഉള്ളൂ എന്ന് പറയുന്ന പ്രഹ്ലാദനായിരുന്നു ഹിരണ്യകശിപുവിന്റെ മകനായിട്ട് ജനിച്ചത്. അപ്പോ ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എല്ലാ കർമ്മങ്ങളും ഈശ്വരാർപ്പണമായി ചെയ്യും. യസ്മിൻ വിജ്ഞാതേ, യസ്മിൻ എന്താണോ നമ്മൾ അറിഞ്ഞത്, എന്താണോ നമ്മൾ അറിയേണ്ടത് അതിനെയാണ് നമ്മൾ അറിയേണ്ടത്. എന്താണോ നമ്മൾ അറിയേണ്ടത് അതിനെ നമ്മൾ അറിയണം എന്നാണ്. ഭഗവാനെ നമ്മൾ അറിയണം, സത്യത്തെ നമ്മൾ അറിയണം. സത്യം പരം ധീമഹി എന്നാണ് ഭാഗവതം പറഞ്ഞത്. പരമമായ സത്യത്തെ ഞാൻ ധ്യാനിക്കുന്നു എന്നാണ്. പരമമായ സത്യത്തെയാണ് നമ്മൾ ധ്യാനിക്കേണ്ടത്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ പരമമായ സത്യം എന്ന് പറഞ്ഞത് ഭഗവാനാണ്. ഭഗവാനെ നമ്മൾ മനസ്സിലാക്കണം. ഈ കഥകളിലൂടെയൊക്കെ നമ്മൾ അതാണ് ചെയ്യേണ്ടത്. നമ്മൾ ഒരു ശ്ലോകം വായിക്കുമ്പോൾ ആ ശ്ലോകത്തിൽ എത്ര വായിച്ചു, എത്ര എണ്ണം ചെയ്തു എന്നൊന്നുമല്ല. ഒരു ശ്ലോകം അതിന്റെ അർത്ഥം മനസ്സിലാക്കിയിട്ട് നമ്മുടെ മനസ്സിനകത്തോട്ട് കയറണം. ആ മനസ്സിൽ കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അത് വളരെ എളുപ്പമാവും. ഭഗവാന്റെ രൂപവും ഭഗവാന്റെ വർണ്ണനയൊക്കെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ, ഭഗവാനെ വർണ്ണിക്കുന്നതൊക്കെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ വരും. കണ്ണടച്ചാൽ ഭഗവാന്റെ രൂപം തെളിയണം. അതിനാണ് ഈ ഉപാസനാ മാർഗങ്ങളൊക്കെ. നമ്മൾ ആ ഒരു അവസ്ഥയിലേക്കാണ് നമ്മൾ എത്തേണ്ടത്. സഹനം സർവദുഃഖാനം അപ്രതീകാരപൂർവകം, അതാണ് തിദിക്ഷ. അതായത് എല്ലാം തന്നതെല്ലാം ഒരു പ്രതികാര ബുദ്ധി ഇല്ലാതെ നമ്മൾ സഹിക്കുക. ഭഗവാൻ അത് പൂർവ്വജന്മത്തിനനുസരിച്ചിട്ടാണ് നമ്മുടെ കർമ്മങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിട്ട് അതാണ് തിദിക്ഷ. അതാണ് നമ്മൾ പരിശീലിക്കേണ്ടത്. എല്ലാ ഉപാസനകളും ചെന്നെത്തുന്നത് അവിടെ തന്നെ. ഇനി വൃത്രാസുരന്റെ കഥയും കൂടെ പറഞ്ഞിട്ട് നമ്മുടെ സത്സംഗം നമുക്ക് അവസാനിപ്പിക്കാം. വൃത്രാസുരൻ, ഇന്ദ്രൻ നമുക്കറിയാലോ, ഇന്ദ്രന് എന്താ സ്വഭാവം? ദേവലോകം ഇങ്ങനെ അടക്കി പിടിച്ചിരിക്കുക, അധികാരാണ്. ആരെന്ത് അശ്വമേധയാകുന്ന എന്ത് യാഗം നടത്തിയാലും ഇയാൾക്ക് പേടിയാണ്. കാരണം എന്താ വെച്ചാൽ ഇന്ദ്രലോകം പിടിച്ചടക്കും. അയാളെക്കാളും വലിയ ആളാവാൻ പാടില്ല. അപ്പൊ അധികാരത്തിനോടുള്ളൊരു ഒരു അമിതമായിട്ടുള്ളൊരു ആഗ്രഹമാണ് ഇന്ദ്രന്. അപ്പൊ അസുരന്മാരെന്ന് കേൾക്കുമ്പോ തന്നെ ഇയാൾക്ക് ദേഷ്യ. പക്ഷെ വൃത്രാസുരൻ എന്ന് കേൾക്കുമ്പോ കൈകൾ കൂപ്പിയിട്ട് നിൽക്കൂത്രേ, അഞ്ജലിബദ്ധനായിട്ട് നിൽക്കൂത്രേ വൃത്രാസുരൻ. എന്താ കാരണം നമുക്ക് നോക്കാം. കാരണം ചിത്രകേതു, അതായത് വൃത്രാസുരൻ പൂർവ്വജന്മത്തില് ചിത്രകേതുവായിരുന്നു. അപ്പൊ ചിത്രകേതു ഒരു ദിവസം ഭക്തനാണ്, ഭഗവാന്റെ ഭക്തനാണ്. ഒരു ദിവസം ആകാശമാർഗം സഞ്ചരിക്കുമ്പോ ഈ ആലിംഗനബദ്ധരായിട്ട് നിൽക്കുന്ന ശിവനും പാർവതിയും കൂടി ഇങ്ങനെ ആലിംഗനബദ്ധരായിട്ട് നിൽക്കുന്ന മഹർഷിമാരാലും ഭൂതഗണങ്ങളാലും ചുറ്റപ്പെട്ടിട്ട് ഇവരിങ്ങനെ കെട്ടിപ്പിടിച്ച് നിൽക്കുകയായിരുന്നു ശിവനും പാർവതിയും. അപ്പൊ ഇത് കണ്ടപ്പോ ഇയാള് ചിരിച്ചു. അദ്വൈത ബോധം മറന്നു എന്നിട്ട് ചിരിച്ചു അത്രേ. ചിരിച്ചപ്പോ ശിവനൊന്നും തോന്നിയില്ല, പക്ഷെ പാർവതിക്ക് ദേഷ്യം വന്നു. അപ്പൊ പാർവതി, നീ ഒരു അസുരനായിട്ട് ജനിക്കട്ടെ എന്ന് പറഞ്ഞ് ശപിച്ചു. അപ്പൊ ശാപം കിട്ടിയപ്പോഴും ദേവിയെ നമസ്കരിച്ചു ചിത്രകേതു. എന്നിട്ട് പറഞ്ഞു, ഈ ശാപത്തെ ഞാൻ സ്വീകരിക്കുകയാണ്, എൻ്റെ മനസ്സിന്റെ സമനില കൈവരിക്കാനായിട്ട് ഇതെനിക്ക് ഉപകാരപ്പെടും എന്ന് പറഞ്ഞിട്ട് ദേവിയെ നമസ്കരിച്ചു. ശാപമോക്ഷം ഒന്നും ആവശ്യപ്പെട്ടില്ല. അപ്പൊ ശിവൻ പറഞ്ഞോട്ടെ, കണ്ടില്ലേ എൻ്റെ ഭക്തന്മാര് പ്രതിസന്ധികൾ വരുമ്പോഴും അതിനൊരു അവസരമായിട്ടാണ് ഉപയോഗിക്കുന്നത്, അതുകൊണ്ട് നീ അത് കാണണം എന്ന് പറഞ്ഞു. അങ്ങനെ വൃത്രാസുരൻ അടുത്തൊരു ജന്മം വേണം, അസുരനായിട്ട് ജനിക്കാനായിട്ട് ഒരു ജന്മത്തിന് വേണ്ടി ഇങ്ങനെ കാത്തിരുന്നു. ആ സമയത്ത് ഇന്ദ്രൻ ദേവലോകത്ത് ബൃഹസ്പതിയെ ഒരിക്കൽ അപമാനിച്ചു അത്രേ, ഗുരുവിനെ അപമാനിച്ചു. അപ്പൊ ഗുരു അപ്രത്യക്ഷനായി. അപ്പൊ ഗുരു പറഞ്ഞു, എല്ലാ സ്ഥലത്തും ഗുരുവിനെ അന്വേഷിച്ചു, എവിടെയാണ് ഗുരു? അപ്പൊ എവിടെയും ഗുരുവിനെ കണ്ടില്ല. അപ്പൊ അന്വേഷിച്ചപ്പോ അവസാനം ബ്രഹ്മാവിന്റെ അടുത്തേക്ക് തന്നെ വന്നു. അപ്പൊ ഗുരു പറഞ്ഞു കഴിഞ്ഞപ്പോ ദൈവാധീനം കുറഞ്ഞു അല്ലേ? അങ്ങനെയല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോ ഇന്ദ്രലോകം, ദേവലോകം, അസുരന്മാര് പിടിച്ചടക്കി. കാരണം അവര് തമ്മിൽ എപ്പോഴും വഴക്കെന്തിനാ? ത്രൈലോകാധിപത്യത്തെ ചൊല്ലി തന്നെയാണ്. കാരണം കശ്യപ പ്രജാപതിക്ക് ദിതിയിലും അതിഥിയിലും ഉണ്ടായ പുത്രന്മാർ, അച്ഛൻ ഒന്നാണ്, അസുരന്മാരും ദേവന്മാരും. അപ്പോ ഇവര് തമ്മില് ത്രൈലോകാധിപത്യം, ഞങ്ങൾക്കാണെന്ന് പറഞ്ഞാണ് ഈ വഴക്ക്.
അപ്പൊ ഒരാള് ബലം കുറയുമ്പോൾ മറ്റാള് പിടിച്ചടക്കും, പിന്നെ വീണ്ടും ബലം വരും. അതാണ് മഹിഷാസുര, ഇതൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട് ദേവി മഹാത്മ്യത്തിലൊക്കെ. അപ്പോ അങ്ങനെ ഏത് സമയവും തമ്മിൽ വഴക്കാം. അപ്പോ ഈ വ്യാഴം മറിഞ്ഞപ്പോ ഈ എന്താ പറയാ, അസുരന്മാര് ദേവലോകം പിടിച്ചടക്കി. അപ്പോ ഇന്ദ്രൻ സ്വാഭാവികം ബ്രഹ്മാവിന്റെ അടുത്തേക്ക് തന്നെ വന്നു, എന്താ ചെയ്യാന്ന് വെച്ചു. അപ്പോ ബ്രഹ്മാവ് പറഞ്ഞു, ത്വഷ്ടാവിന്റെ പുത്രനായിട്ടുള്ള വിശ്വരൂപനെ ഗുരുവായിട്ട് സ്വീകരിക്കാൻ പറഞ്ഞു. അങ്ങനെ വിശ്വരൂപൻ നാരായണ കവചം ഉപദേശിച്ചു കൊടുത്തു എന്നാണ്. അപ്പൊ അങ്ങനെ ആ കവചത്തിന്റെ മന്ത്രത്തിന്റെ ശക്തി കൊണ്ട് ഇദ്ദേഹം ബ്രഹ്മലോകം, ഇന്ദ്രലോകം വീണ്ടെടുത്തു, അസുരന്മാരെ തോൽപ്പിച്ചു. അപ്പോ ഇതിലൊരു വിഷയമുള്ളത് എന്താ വെച്ചാൽ, ഈ വിശ്വരൂപന്റെ അമ്മ അസുര സ്ത്രീയാണ്. ത്വഷ്ടാവിന് അസുര സ്ത്രീയിൽ ഉണ്ടായ പുത്രനായ വിശ്വരൂപൻ. അപ്പോ ഈ യജ്ഞത്തിന്റെ പകുതി ഭാഗം, ഹവിർഭാഗത്തിന്റെ പകുതി അസുരന്മാർക്കും കൊടുത്തു വിശ്വരൂപൻ, ഗുരു. അത് ഇന്ദ്രൻ അറിയാണ്ടാ കൊടുത്തത്. അപ്പൊ ഇന്ദ്രൻ അത് അറിഞ്ഞു കഴിഞ്ഞപ്പോ പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ, എന്ത് ചെയ്തു? ആ ഗുരുവിന്റെ ശിരച്ഛേദം ചെയ്തു, ഗുരുവിനെ വരെ വധിച്ചു. അത്രയ്ക്ക് അങ്ങടെ അഹങ്കാര അധികാരത്തോട്. അങ്ങനെ ആ ഗുരുവിനെ വധിച്ചു. അപ്പൊ ഗുരുവിനെ വധിച്ചപ്പോ ത്വഷ്ടാവിന് സ്വാഭാവികമായിട്ട് ത്വഷ്ടാവിന് ദേഷ്യം വന്നു, മകനെ കൊന്നില്ലേ. ആ ദേഷ്യം വന്നപ്പോ അദ്ദേഹം ഒരു യാഗം നടത്തി. യാഗം നടത്തിയിട്ട് ഇന്ദ്രന് തുല്യനായിട്ടുള്ള ഒരു പുത്രനെ വേണം, ഇന്ദ്രനെ കൊല്ലാൻ കെൽപ്പുള്ള, ഇന്ദ്രനോളം ശക്തിയുള്ള, ഇന്ദ്രനേക്കാളും ശക്തിയുള്ള ഒരു പുത്രനെ കിട്ടാനായിട്ട് ഒരു യാഗം നടത്തി. അപ്പൊ യാഗത്തിൽ പറഞ്ഞ മന്ത്രത്തിന് ചെറിയൊരു പിഴവ് വന്നു. അപ്പൊ ഇന്ദ്രന്റെ ശത്രുവായിട്ടുള്ള മകൻ എന്ന് പറയുന്നതിന് പകരം ഇന്ദ്രൻ ശത്രുവായിട്ടുള്ള മകൻ എന്നായി. ഇന്ദ്രൻ ഒരു ശത്രുവേ ഉള്ളൂ, അത് വൃത്രാസുരൻ എന്നായി. അങ്ങനെ ആ യാഗാഗ്നിയിൽ നിന്ന് അടുത്ത ജന്മം കാത്തിരിക്കാൻ ചിത്രകേതു. അപ്പൊ യാഗാഗ്നിയിൽ നിന്ന് വൃത്രാസുരനായിട്ട് ജന്മം എടുത്തു. അങ്ങനെ ഇന്ദ്രന്റെ ശത്രുവാണ്. അപ്പൊ ഇന്ദ്രൻ വജ്രായുധം ഉണ്ടാക്കി യുദ്ധം ചെയ്യാനായിട്ട്. അപ്പോ അങ്ങനെ വൃത്രാസുരനും ഇന്ദ്രനും കൂടെ യുദ്ധത്തിന് റെഡിയായി. വൃത്രാസുരൻ അസുര സൈന്യത്തെ കൊണ്ട് യുദ്ധത്തിന് പോയി, ഇന്ദ്രൻ ദേവന്മാരെയും കൊണ്ട് വജ്രായുധമൊക്കെ പണിതിട്ട് യുദ്ധത്തിന് വന്നു. അപ്പോ ആ യുദ്ധഭൂമിയിൽ വെച്ചിട്ട് ഈ വൃത്രാസുരന്റെ ആകാരമായിട്ടുള്ള രൂപം കണ്ടിട്ട് ദേവന്മാർക്കൊക്കെ പേടിയായി. നല്ല ശക്തിമാനാണ്. അപ്പോ യുദ്ധവീര്യം കണ്ടിട്ട് ഇവർക്കൊക്കെ പേടിയായിട്ട് ദേവന്മാരൊക്കെ ഓടിപ്പോയില്ലേ. അതുപോലെ ഇന്ദ്രന്റെ വജ്രായുധം കണ്ടിട്ട് അസുരന്മാർക്കും പേടിയായി, അവരും ജീവനം കൊണ്ട് ഓടിപ്പോയി. അപ്പൊ യുദ്ധക്കളത്തിൽ അവസാനം വൃത്രാസുരനും ഇന്ദ്രനും മാത്രമായി. അപ്പൊ ആ സമയത്ത് വൃത്രാസുരൻ ഭഗവാനെ പ്രാർത്ഥിച്ചു. കണ്ണടച്ച് നിന്നിട്ട് ഭഗവാനെ മാത്രം ചിന്തിച്ചുകൊണ്ട് കണ്ണടച്ചുകൊണ്ട് ഭഗവാനെ പ്രാർത്ഥിച്ചു. എനിക്കൊന്നും വേണ്ട ഭഗവാൻ, എനിക്ക് ബ്രഹ്മലോകം വേണ്ട, എനിക്ക് ദേവലോകം വേണ്ട, എനിക്ക് ചക്രവർത്തി ആവണ്ട, എന്തിന് ജനന മരണമില്ലാത്തൊരവസ്ഥ പോലും എനിക്ക് വേണ്ട ഭഗവാനെ, എനിക്ക് അങ്ങയുടെ സാമീപ്യം മതി. അങ്ങ് എവിടെയാണ്? ചിറക് മുളയ്ക്കാത്ത പക്ഷിക്കുഞ്ഞുങ്ങള് അമ്മയെ കാത്തിരിക്കുന്നത് പോലെ, പാല് കുടിക്കാനായിട്ട് ശിശുക്കള്, അമ്മിഞ്ഞപ്പാലിനായിട്ട് കുട്ടികള് അമ്മയെ കാത്തിരിക്കുന്ന പോലെ, പൈക്കിടാങ്ങള് അമ്മയെ കാത്തിരിക്കുന്നത് പോലെ ഞാൻ അങ്ങയെ കാത്തിരിക്കുകയാണ് ഭഗവാനെ. അങ്ങ് എവിടെയാണ്? എനിക്ക് ജനനമോ മരണമോ ഇല്ലാത്തൊരവസ്ഥ പോലും വേണ്ട എന്നാണ് വൃത്രാസുരൻ പറയുന്നത്. എന്നാ നാഗപൃഷ്ഠം എന്ന് പറഞ്ഞൊരു ശ്ലോകമുണ്ട്. അപ്പോ ഇതൊന്നും എനിക്ക് വേണ്ട, എനിക്ക് സ്വർഗലോകം വേണ്ട, എനിക്ക് ബ്രഹ്മലോകം വേണ്ട, എനിക്ക് ചക്രവർത്തി ആവണ്ട, എനിക്ക് രസാധിപത്യം, ഈ അസുരലോകത്തിന്റെ പാതാളത്തിന്റെ ആധിപത്യം എനിക്ക് വേണ്ട, എനിക്ക് ഒന്നും വേണ്ട, അങ്ങയുടെ സാമീപ്യം, അങ്ങ് എവിടെയാണ്, അങ്ങ് എന്താ വരാത്തത് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങയുടെ രൂപം എൻ്റെ മനസ്സിൽ ഉണ്ടാവുമ്പോൾ എന്റെ ഭയം അകന്നു പോകുന്നു, എനിക്ക് യുദ്ധത്തിന് ഭയം തോന്നുന്നില്ല ഭഗവാനെ, അങ്ങ് എവിടെയാണെന്ന് ചോദിച്ചിട്ടാ വൃത്രാസുരൻ കണ്ണടച്ച് നിൽക്കുക. അപ്പോ ഈ യുദ്ധഭൂമിയിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ, തൊട്ട് മുമ്പില് കൊല്ലാനായിട്ട് റെഡിയായിട്ട് നിൽക്കുക ഒരു ശത്രു, ആ സമയത്ത് ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് കണ്ണടച്ച് നിൽക്കുക വൃത്രാസുരൻ. അപ്പൊ ഇന്ദ്രൻ ഇങ്ങനെ ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നിൽക്കുന്ന വൃത്രാസുരനെ കൊല്ലാൻ അയാൾക്ക് ഒരു മടി, എന്താ ഇപ്പൊ ചെയ്യാന്ന് ചിന്തിച്ചു. അങ്ങനെ വൃത്രാസുരന്റെ ഒരു വലത്തെ കൈ ഛേദിച്ചു ഇന്ദ്രൻ, ആ വജ്രായുധം കൊണ്ട് വലത്തെ കൈ ഛേദിച്ചു. എന്നിട്ട് പക്ഷേ വൃത്രാസുരന്റെ ഒരു കൈ മതിയായിരുന്നു, ആ കൈ കൊണ്ട് ആ വജ്രായുധത്തെ തട്ടിത്തെറിപ്പിച്ചു കളഞ്ഞു. എന്നിട്ട് അപ്പൊ ഇന്ദ്രൻ കുനിഞ്ഞിട്ട് ആ വജ്രായുധം എടുക്കുന്ന സമയത്ത് പറഞ്ഞു, ഇന്ദ്ര നീ എഴുന്നേൽക്കും, യുദ്ധം ചെയ്യൂ, എന്നെ വധിക്കൂ, അത് നിന്റെ ധർമ്മമാണ്. അങ്ങനെ ഇന്ദ്രൻ എഴുന്നേറ്റിട്ട് വൃത്രാസുരനോട് പറഞ്ഞു, അങ്ങ് എങ്ങനെയാണ് ഈ മായയെ ജയിച്ചത്?
അങ്ങ് എൻ്റെ ഉള്ളു തുറന്നു, അങ്ങ് എങ്ങനെയാണ് ഈ മായയെ ജയിച്ചത് എന്ന് പറഞ്ഞപ്പോ വൃത്രാസുരൻ ഉപദേശം കൊടുക്കുന്നുണ്ട് ആ യുദ്ധഭൂമിയിൽ വെച്ചിട്ട്. എന്നിട്ട് പറഞ്ഞു, ഈ ലോകം പ്രപഞ്ചം ഒരു യന്ത്രപ്പാവയെ പോലെയാ. ആ യന്ത്രത്തെ നിയന്ത്രിക്കുന്നത് കടിഞ്ഞാണുള്ളത് ഭഗവാനാണ്. സുഖത്തിലും ദുഃഖത്തിലും ജനനത്തിലും മരണത്തിലും കീർത്തിയിലും അകീർത്തിയിലും സമഭാവന അങ്ങനെ ശീലിച്ചാൽ, സമദൃഷ്ടിയോടെ ഇരുന്നാൽ നമുക്ക് മായയെ ജയിക്കാം എന്ന് പറഞ്ഞു. അതുകൊണ്ട് ജയമോ തോൽവിയോ ഒന്നും ആർക്കും സംഭവിക്കുന്നില്ല. മൂഢന്മാരാണ് അങ്ങനെ ചിന്തിക്കുന്നത്. ഇന്നാള് ജയിച്ചു, ഇന്നാള് തോൽക്കുന്നു, എനിക്ക് പാണ്ഡിത്യമുണ്ട്, അല്ലെങ്കിൽ ഇയാൾക്ക് ഇയാള് പാമരനാണ്, അല്ലെങ്കിൽ ഇയാള് ദരിദ്രനാണ്, അതൊക്കെ വെറുതെ. അങ്ങനെയൊന്നുമില്ല. ജയത്തിലും തോൽവി സുഖേ ദുഃഖേ സമയകൃത്വാന്ന് ഭഗവത്ഗീത പറയും. സുഖത്തിലും ദുഃഖത്തിലും ഒരേ അവസ്ഥയിലേക്ക് നിൽക്കണം. അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് മായയെ ജയിക്കാമെന്ന് പറഞ്ഞു. അപ്പൊ ഇന്ദ്രൻ തൊഴുതുകൊണ്ട് പറഞ്ഞു, അത്രേ, അങ്ങ് ഭഗവാനിൽ വിലയം പ്രാപിക്കാനായിട്ട്, ഭഗവാനായിട്ട് തന്നെ മാറാനായിട്ട് നിൽക്കുന്ന അങ്ങക്ക് എൻ്റെ നമസ്കാരം എന്നാണ് പറഞ്ഞത്. എന്നിട്ട് പറഞ്ഞു, എൻ്റെ ഈ സ്വർഗലോകം അങ്ങക്ക് പൊട്ടക്കൊളാണെന്ന് എനിക്ക് മനസ്സിലായി. അന്ന് എൻ്റെ അഹങ്കാരം കൊണ്ട് ഉള്ള എൻ്റെ കണ്ണങ്ങ് തുറപ്പിച്ചു, എൻ്റെ അഹങ്കാരം അങ്ങ് ശമിപ്പിച്ചു. അതുകൊണ്ട് അങ്ങയെ ഞാൻ നമസ്കരിക്കുന്നു എന്ന് പറഞ്ഞു. അതാണ് വൃത്രാസുരന്റെ പേര് കേൾക്കുമ്പോൾ ഇന്ദ്രൻ കയ്യുകൂപ്പി ഇങ്ങനെ നിൽക്കുക. ഒരു അസുരന്മാരെ അങ്ങനെ ഇന്ദ്രൻ ചെയ്യില്ല. എന്നിട്ട് ഈ വജ്രായുധം ഒരു പുഷ്പം പോലെ ഇദ്ദേഹത്തിന്റെ ദേഹത്ത് വന്ന് പതിച്ചു എന്നാണ് പറയുന്നത്. അങ്ങനെ ദേഹത്ത് വന്ന് പതിച്ചിട്ട് ആ വൃത്രാസുരൻ മോക്ഷം പ്രാപിച്ചു എന്നാണ്. അതാണ് ആ ശക്തി, ഭഗവാന്റെ ഭക്തിയിലുള്ള ശക്തി. ഇനി മേൽപ്പത്തൂരിനെ കൂടെ ഒരു 2 ലൈൻ പറഞ്ഞിട്ട് നമുക്കിന്ന് നിർത്താം. മേൽപ്പത്തൂര് അറിയാലോ, വാതരോഗം വന്നിട്ടാണ് ഗുരുവായൂർക്ക് പോയത്. കൃഷ്ണ ഗുരുവായൂരപ്പ എന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂ. ഏത് സമയവും ഭഗവാന്റെ ചിന്ത തന്നെയാണ്. അങ്ങനെ അവിടെ പോയിരുന്നിട്ട് നാരായണീയം എഴുതി തുടങ്ങി. അപ്പൊ കൂടെ കൊണ്ടുപോയിട്ടുള്ളത് സഹോദരനാണ് കൂടെ പോയത്. അപ്പോൾ മൂന്നാമത്തെ ദശകത്തിൽ മുഴുവൻ മേൽപ്പത്തൂരിന്റെ സങ്കടം പറച്ചില ഭഗവാനോട്. ഗതക്ലിഷ്ടം കഷ്ടം തവ ചരണ സേവാരസഭരേ ത്വനാസക്തം ചിത്തം ഭവതി വദ വിഷ്ണോ കുരുദയാ. അതായത് ഗതക്ലിഷ്ടം, ഒരുപാട് പീഡകൾ കൊണ്ട്, ദുരിതങ്ങൾ കൊണ്ട് എൻ്റെ ശരീരം ഇങ്ങനെ കഷ്ടപ്പെടുന്നുണ്ട്. അതായത് എനിക്ക് അങ്ങയുടെ കാലുകളിലുള്ള രതി, അങ്ങയുടെ കാലുകളെ ഭജിച്ചുകൊണ്ട് ആ സമയത്ത് ഞാൻ അനുഭവിക്കുന്ന ഒരു ആനന്ദം പോലും എനിക്ക് അനുഭവിക്കാനുള്ള ശക്തി എൻ്റെ ശരീരത്തിനില്ല. ഭഗവാന് എന്നോട് കരുണ കാണിക്കണേ എന്നാണ്. ഗതക്ലിഷ്ടം കഷ്ടം. അത് കഴിഞ്ഞിട്ട് പറയുന്നുണ്ട്, പ്രഭൂതാഭിവ്യാധി പ്രസവചലിതേ മാമകഹൃതി ത്വദീയം തദ്രൂപം പരമരസ ചിദ്രൂപം ദിയാ. അതായത് പ്രഭൂതമായിട്ടുള്ള ആധിവ്യാധികൾ, ഒരുപാട് രോഗപീഠകൾ എൻ്റെ ശരീരത്തിലുണ്ട് കൃഷ്ണ. പക്ഷേ അങ്ങയുടെ ആ ചിദാനന്ദ രൂപം എൻ്റെ മനസ്സിൽ തെളിയുമ്പോൾ എൻ്റെ എല്ലാ രോഗപീഠകളെയും ഞാൻ മറക്കുന്നു ഭഗവാനെ. ഓരോ ശ്ലോകങ്ങളും ഭഗവാനോടുള്ള അർപ്പണം തന്നെയാണ് എനിക്ക് വരുന്നത്. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു, അകീർത്തിസ്തേമാഭൂദ്വരത എന്ന് പറയുന്നുണ്ട്. കാരണം ഒരുപാട് ആൾക്കാർ ഇവിടെ നടക്കുന്നുണ്ട്, ഒരുപാട് ആൾക്കാർ ഭഗവാനെ വിളിക്കുന്നുണ്ട്. ഒരുപാട് പേര് ഭഗവാന്റെ നാമങ്ങൾ ചൊല്ലുന്നൊക്കെ എനിക്ക് കേൾക്കാം. പക്ഷേ അവർക്കൊക്കെ ഭക്തി ഉണ്ടോ എന്ന് പോലും അറിയില്ല. ഞാൻ സദാസമയം അങ്ങയെ മനസ്സിലാലോചിച്ചുകൊണ്ട്, അങ്ങയുടെ രൂപത്തെ വർണ്ണിച്ചുകൊണ്ട്, അങ്ങയെ ആശ്രയിച്ചുകൊണ്ട് ഇവിടെ കഴിയാം. അപ്പൊ എന്നോട് ദയ കാണിച്ചില്ലെങ്കിൽ അത് അങ്ങേക്കൊരു അകീർത്തിയാവും എന്ന് പറയുന്നത് കൃഷ്ണൻ. അതൊരു ഒരു സുഹൃത്തിനോട് പറയുന്ന പോലെയോ ഭഗവാനോട് പറയുന്നു. ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് അവസാനം പറയും, ഭൂയോഭി തവഹി കരുണായാവതുദിയാദഹം താവദ്ദേവ പ്രഹിത വിധാർത്ഥ പ്രലപിത പുരക്ലുപ്തേ പാദേ വരദലവനേഷ്യാമി ദിവസാൻ യഥാശക്തി വ്യക്തം നദിനുതി നിഷേവാ വിരജയെന്നും. അതായത് ഞാൻ എന്തിനാ ഭഗവാൻ എൻ്റെ ആവലാതി ഇങ്ങനെ പറയണത്? ഞാൻ എൻ്റെ ആവലാതി പറഞ്ഞതൊക്കെ നിർത്തി എനിക്ക് എത്രത്തോളം പറ്റുന്നുവോ നദിനുതി നിഷേവാ വിരജയെന്നാണ്. എനിക്ക് എത്രത്തോളം പറ്റുമോ അത്രത്തോളം അങ്ങയെ നമസ്കരിച്ചുകൊണ്ടും അങ്ങയെ സ്തുതിച്ചുകൊണ്ടും ഞാൻ ഇവിടെ കഴിഞ്ഞോളാം.
ഇനി ഭഗവാനോട് ഒരാവലാതി ഞാൻ പറയുന്നില്ല. അതുകൊണ്ട് എല്ലാ ദശകത്തിലും പറയുന്നില്ലേ, നിരുന്ധി രോഗാൻ, എന്റെ രോഗത്തെ മാറ്റിത്തരണേ ഭഗവാനെ, എന്നോട് ദയ കാണിക്കണേ ഭഗവാനെ തന്നെയാണ് മൊത്തം പറയുന്നത്. അതെല്ലാം കഴിഞ്ഞ് അതെ ബന്ധുസ്നേഹം വിജയം, അതും പറഞ്ഞു. എൻ്റെ ആത്മാവിനെ അങ്ങയിൽ ഉറപ്പിച്ചിട്ട് മമതാബോധത്തെ വെടിഞ്ഞ് ഞാൻ സഞ്ചരിച്ചു കൊള്ളാം ഭഗവാനെ. എനിക്ക് അങ്ങനെയുള്ള ഭവദ്ഭക്തി സ്ഫീതാ ഭവതു മമ സൈവ പ്രശമേത ശേഷക്ലേശൗഘം ന ഖലു ഹൃദി സന്ദേഹ കണിക എന്ന് പറയുന്നുണ്ട്. അതായത് ഭവദ്ഭക്തി സ്ഫീതാ ഭവതു, അങ്ങനെയുള്ള ഭക്തി വർദ്ധിച്ചു വരണം. ഉദ്ധവർ പറഞ്ഞു തന്നെ പറഞ്ഞു, അങ്ങനെയുള്ള ഭക്തി എനിക്ക് വർദ്ധിച്ചു വരണം. അത് എൻ്റെ രോഗത്തെ ഇല്ലാതാക്കും. അതിലെനിക്ക് ന ഹൃദി സന്ദേഹ കണിക, എൻ്റെ ഹൃദയത്തിൽ ഒരു ചെറിയ സന്ദേഹം പോലും ഇല്ല. ഭഗവാൻ എൻ്റെ രോഗത്തെ മാറ്റിത്തരുന്നു. ഇങ്ങനെ വിളിച്ച എങ്ങനെയാ ഭഗവാൻ വിളി കേൾക്കാണ്ടിരിക്കുക? ഇങ്ങനെ വിളിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അഗ്രേ പശ്യാമി തേജോ നിബിഡതലകളായ ലോഭനീയം എന്ന് പറഞ്ഞു. അതായത് എൻ്റെ മുമ്പിൽ ഭഗവാനെ കണ്ടു. ഭഗവാൻ ഒരു നീല വെളിച്ചം, കായാമ്പൂവിലൊരു വെളിച്ചം ഞാൻ കണ്ടു. ഭഗവാനെ ഞാൻ കണ്ടു. അതിന് ചുറ്റും സുന്ദരീ മണ്ഡലേശ്, അതായത് ഗോപികമാരുണ്ട്, മഹർഷിമാരുണ്ട്, നാരദ മഹർഷിയുണ്ട്. എല്ലാവരും ആ കൈശോര വേഷത്തില്, കൗമാരപ്രായത്തില് യൗവനത്തിലേക്ക് കടന്നു നിൽക്കുന്ന കൃഷ്ണൻ ഭഗവാനെയാണ് കണ്ടത്. എങ്ങനെയാ കാണാണ്ടിരിക്കല്ലേ? അത് കഴിഞ്ഞിട്ട് അവസാനം പറഞ്ഞു അജ്ഞാത്വാദേ മഹത്വം, എന്റെ അറിവില്ലായ്മ കൊണ്ട് ഞാൻ എന്തെങ്കിലും തെറ്റ്, അങ്ങയുടെ മഹാത്മ്യത്തെ വർണ്ണിക്കുന്നതിൽ എന്തെങ്കിലും തെറ്റ് വരുത്തിയിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണേ എന്ന് പറഞ്ഞു. ദ്വേധാ നാരായണീയം, രണ്ട് വിധത്തിൽ ഇത് നാരായണീയം എന്നറിയപ്പെടും. ഒന്ന് ഞാൻ രചിച്ചത് കൊണ്ടും, പിന്നെ നാരായണ ഭട്ടതിരിയാണല്ലോ, ഞാൻ രചിച്ചുകൊണ്ട് പിന്നെ നാരായണീയം, ഭഗവാനെ നാരായണനെ കുറിച്ചുള്ളതായതുകൊണ്ട് നാരായണീയം എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ ഗ്രന്ഥം അങ്ങയുടെ പ്രീതിക്കുള്ളതായിട്ട് ഭവിക്കട്ടെ, ആയുരാരോഗ്യ സൗഖ്യമുണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് മേൽപ്പത്തൂർ നിർത്തുന്നത്. അപ്പോൾ ഇതാണ് മേൽപ്പത്തൂരിന്റെ ഒക്കെ ഭക്തി. ഇതൊക്കെ ഒരുപാട് പറയാനുണ്ട്, ഇത്രയൊക്കെ നമുക്ക് സാധിക്കുള്ളൂ. അങ്ങനെ അപ്പൊ ഭഗവാന്റെ ഭക്തിയും എന്താണ്, ഭഗവാന്റെ ഭക്തി എന്താണ്, ഭഗവാന്റെ ഈ നാമസങ്കീർത്തനങ്ങൾ നമ്മളെ ഉണ്ടാക്കുന്ന അത്ഭുതങ്ങൾ, ഇതൊക്കെ നിങ്ങൾ അനുഭവിച്ചെന്ന് അറിയാം. അതുപോലെ ഭാഗവതം എങ്ങനെ അവസാനിപ്പിച്ചത്? ഭവേ ഭവേ യഥാ ഭക്തി പാദയോസ്തവജായതേ തഥാ കുരുഷ്വദേവേശ നാഥസ്ത്വം നോ യത പ്രഭോ നാമസങ്കീർത്തനം യസ്യ സർവ ദുഃഖപ്രശമന, എല്ലാ ദുഃഖങ്ങളെയും ഇല്ലാതാക്കുന്ന ആരുടെ നാമസങ്കീർത്തനമാണോ എല്ലാവരുടെയും ദുഃഖങ്ങളെ ഇല്ലാതാക്കുന്നത്, അങ്ങനെയുള്ള ആ ഭഗവാനാണ് എൻ്റെ നാഥൻ. ഭവേ ഭവേ യഥാഭക്തി, എല്ലാ കാലങ്ങളിലും എല്ലാ യുഗങ്ങളിലും ഭഗവാനോടുള്ള ഭക്തി വർദ്ധിച്ചു വരട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഭാഗവതം അവസാനിപ്പിച്ചത് അല്ലേ? അപ്പൊ അതുപോലെ ഭഗവാന്റെ ഭക്തി നിങ്ങളിൽ എല്ലാവരിലും ഉണ്ടാവട്ടെ, ഭഗവാന്റെ അനുഗ്രഹം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ സത്സംഗം ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. അതുപോലെ കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാ കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. കരചരണകൃതം വാ കായജം കർമ്മജം വാ ശ്രവണനയനജം വാ മാനസം വാപരാധം വിദിതം അവിദിതം വാ സർവമേതക്ഷമസ്വ. ശിവ ശിവ കരുണാഭേ ശ്രീ മഹാദേവ ശംഭോ.